യഥാർത്ഥത്തിൽ പാർട്ടി കറക്ഷന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത്. അതിനെ പാർട്ടി വിരുദ്ധമാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രചാരവേലിയാണ് ഇന്നലെ മുതൽ പാർട്ടി ആ നിലപാട് സ്വീകരിച്ചത് മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ നല്ലൊരു വിഭാഗം. യൂണിവേഴ്സിറ്റി അവിടെ പ്രത്യേക പരിശീലനം കൊടുത്ത് പോസ്റ്റ് മോഡേണൈസേഷൻ, പോസ്റ്റ് മോഡേൺ എന്ന പേരിൽ പരിശീലനം കൊടുത്തിട്ട് ഇന്ത്യയിലേക്ക് അയക്കുകയാണ്. അവർ ഇന്ത്യയിൽ പല മേഖലകളിലുമായിട്ട് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ്. പ്രത്യയശാസ്ത്രപരമായും ആശയപരമായും വിഭാഗീയത പുതിയ കാര്യമല്ല CPM എന്ന പാർട്ടിക്ക്. പക്ഷേ കരുനാഗപ്പള്ളി മുതൽ ഇന്ന് തിരുവനന്തപുരം വരെ പ്രാദേശിക നേതാക്കൾ തെരുവിലിറങ്ങി ഗ്വാ വിളിക്കുന്നത്, കയ്യാങ്കളിയും ഏറ്റുമുട്ടലും നടത്തുന്നത് ഒരു ജനാധിപത്യ വിപ്ലവത്തിന്റെയും പേരിലല്ല. പല നേതാക്കന്മാർക്കുമെതിരെ പ്ലക്കാർഡുകളും പിടിച്ച് സ്ത്രീ പ്രവർത്തകരടക്കം പ്രതിഷേധിക്കുന്നത് അവരൊക്കെ പീഡന കേസ് വീരന്മാരും ക്വാറി മുതലാളിമാരുടെ വേണ്ടപ്പെട്ടവരാണെന്നും റിയൽ എസ്റ്റേറ്റ് സമ്പാദകരാണെന്നും എല്ലാം പറഞ്ഞാണ്. പുറത്തു പറയാൻ കൊള്ളാത്ത നാറ്റക്കഥകളിൽ പാർട്ടി പുകയുമ്പോൾ അധികാരം കിട്ടുന്നില്ല, അല്ലെങ്കിൽ കിട്ടിയത് പോരാ എന്ന് വിലപിച്ച് കുറെ പേർ പാർട്ടി വിടുന്നു, പാർട്ടിയെ തള്ളിപ്പറയുന്നു. ഇതൊന്നും പരിഹരിക്കാൻ പറ്റാത്ത പാർട്ടി സെക്രട്ടറി എല്ലാ മാധ്യമങ്ങളുടെ തലയ്ക്ക് വെക്കുകയാണ്. സംസ്ഥാനത്തുടനീളം പുകയുന്ന പ്രശ്നങ്ങളിലൂടെ പാർട്ടി കടന്നു പോകുമ്പോൾ പ്രാദേശിക പ്രശ്നമെന്ന് പറഞ്ഞ് സ്വയം നാണം കെടുന്നോ സംസ്ഥാന നേതൃത്വം? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. പാനലിൽ ചേരുന്നു ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇടത് സഹയാത്രികൻ റെജി ലൂക്കോസ്, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകരായിട്ടുള്ള CR നീലകണ്ഠൻ, NP ചേക്കുട്ടി, N ശ്രീകുമാർ എന്നിവർ. ഒപ്പം മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആദ്യം ശ്രീ CR നീലകണ്ഠൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ CR നീലകണ്ഠൻ, നീ പറഞ്ഞു തുടങ്ങിയതുപോലെ തന്നെ ആശയപരമായിട്ടുള്ള വിഭാഗ്യത ഇതൊന്നും പുതിയ വിഷയമല്ല. ആ തരത്തിലുള്ള പ്രതിഷേധം അതും പുതിയ വിഷയമല്ല CPM-ൽ. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് മംഗലപുരത്ത് മുൻ ഏരിയ സെക്രട്ടറി രാജിവെച്ച് പാർട്ടി വിടുന്നത് വരെയുള്ള വിഷയങ്ങൾക്കകത്തൊന്നും പ്രത്യയശാസ്ത്രമില്ല, ആശയപരമായിട്ടൊന്നുമില്ല. പകരം അധികാരമുണ്ട്, പുറത്തു പറയാൻ കൊള്ളില്ലാത്ത പല കേസുകളുമുണ്ട്. അപ്പോഴും CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത് പ്രാദേശിക വിഷയമാണ്, മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നം മാത്രമാണെന്ന്. പാർട്ടി പതറി നിൽക്കുകയാണോ? ഇതൊന്നും പരിഹരിക്കാൻ കഴിയാതെ സംസ്ഥാന സെക്രട്ടറി അടക്കം പകച്ചു നിൽക്കുകയാണോ? ഈ പാർട്ടിക്ക് എന്ത് പറ്റുന്നു എന്നാണ് ശ്രീ CR നീലകണ്ഠൻ പുറത്തുനിന്ന് നിൽക്കുമ്പോൾ തോന്നുന്നത്? ഈ പാർട്ടിക്ക് എന്താണ് പറ്റുന്നത് എന്നത് വളരെ കൃത്യമായി നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും. ഇത് പ്രാദേശിക പ്രശ്നമാണ്, മാധ്യമങ്ങളുടെ പ്രശ്നമാണ്. ഇതൊക്കെ നമ്മൾ പശ്ചിമ ബംഗാൾ മുതൽ സോവിയറ്റ് യൂണിയൻ വരെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. മാധ്യമങ്ങളുടെ പ്രശ്നമാണെന്ന് പറഞ്ഞ പശ്ചിമ ബംഗാൾ ഇന്ന് എവിടെയാണ് നിൽക്കുന്നത് നമുക്കറിയാം. നന്ദിഗ്രാം, സിംഗൂർ പോലെയുള്ള പ്രശ്നം അതൊന്നുമല്ല. പ്രശ്നം നേരത്തെ അപർണ തുടങ്ങി വെച്ചല്ലോ. പ്രത്യയശാസ്ത്രത്തിന്റെ ഒരടിത്തറയും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഇത് മാറിയിരിക്കും. അത് പ്രത്യയശാസ്ത്രം മുകളിൽ നിന്ന് താഴെ അറ്റം വരെ, ഇപ്പൊ EP ജയരാജന്റെ വിഷയം മുതൽ ഇപ്പോൾ മംഗലപുരത്തെ വിഷയം വരെ നമ്മൾ എടുത്താൽ ഒരു പ്രത്യയശാസ്ത്രത്തിന് പിൻബലവുമില്ല. ഇതിനു മുമ്പ് നമുക്കറിയാം VS പിണറായി തർക്കത്തിൽ പോലും, അല്ലെങ്കിൽ TP ചന്ദ്രശേഖരന്റെ വിഷയം, ഗൗരിയമ്മയുടെ വിഷയം, അല്ലെങ്കിൽ MBRന്റെ വിഷയം, അതിനു മുമ്പ് നക്സലൈറ്റുകളുടെ ഇതുമായി ബന്ധപ്പെട്ടത്, കരുനാഗപ്പള്ളിയിൽ തന്നെ പോറ്റി അടക്കമുള്ള ആളുകളുടെ വിഷയങ്ങൾ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിലൊക്കെ തന്നെ ഒരു പ്രത്യയശാസ്ത്ര വിഷയം, VB ചെറിയാൻ പോലെയുള്ള ആളുകൾ ഉന്നയിച്ച പ്രത്യയശാസ്ത്ര വിഷയം, MP രാഘവൻ ഉന്നയിച്ച മുസ്ലിം ലീഗുമായി കൂടണോ എന്നുള്ള അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അതൊന്നും ഇപ്പോൾ പ്രസക്തമല്ല. ഇപ്പോൾ അത് കാരണം എന്താ വെച്ചാൽ ജനകീയ ജനാധിപത്യ വിപ്ലവം, സോഷ്യലിസ്റ്റ് വിപ്ലവം എന്നുള്ള വാക്കൊന്നും ഈ പാർട്ടി പറഞ്ഞിട്ട് അനേക വർഷങ്ങളായി. അതൊന്നും പറയാറില്ല. അതൊന്നും ഒരു പ്രസംഗത്തിൽ, ഞാൻ എത്ര പ്രസംഗങ്ങൾ ഇവരുടെ കേട്ടിരിക്കുന്നു. പാർട്ടി സെക്രട്ടറി താത്വിക ആചാര്യനാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പോലും ഈ വൈരുദ്ധ്യാത്മകവാദമൊക്കെ അപ്രസക്തമായി പോയി എന്ന് പറയുന്ന ഒരു പാർട്ടി സെക്രട്ടറിയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യയശാസ്ത്രമോ വിപ്ലവമോ വ്യവസ്ഥിതിയിൽ മാറ്റമോ ഒന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാരൻ ഉള്ളുകൊണ്ട് ഈ വ്യവസ്ഥിതി തെറ്റാണെന്നും ഇത് മാറണമെന്ന് പറയുന്നു. ഇപ്പൊ മുതലാളിത്ത വ്യവസ്ഥയിൽ മാറണം എന്ന് പറഞ്ഞാൽ ഏറ്റവും നഷ്ടപ്പെടാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്കാണ്. ഏറ്റവും കൂടുതൽ പണം സമ്പാദിച്ചിട്ടുള്ളത് അവരാണ്. ഏറ്റവും കൂടുതൽ ആസ്തി സമ്പാദിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇത് സോവിയറ്റ് യൂണിയൻ മുതൽ ഇങ്ങോട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടത്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഇവർ ഈ പറയുന്ന അച്ചടക്കമുള്ള സംഘടനാ രീതി മാത്രം വെച്ചുകൊണ്ട് ഒരു പാർട്ടിക്ക് മുമ്പോട്ട് പോകാനാവില്ല. അങ്ങനെ മുമ്പോട്ട് പോയാൽ, അത് പ്രത്യയശാസ്ത്രം ഇല്ലാതെ പോയാൽ അത് ഉടഞ്ഞ് തകർന്നു പോകും എന്നാണ് ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ മുഴുവൻ ചരിത്രം പറയുന്നത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ.
അതുകൊണ്ട് തന്നെ അവരുടെ ഉൾക്കരുത്ത് ഇപ്പൊ കൊഴിഞ്ഞാമ്പാറയിലെ വിഷയം മുതൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ എനിക്ക് നേരിട്ട് അറിയാം. അവിടെ സമാന്തര പാർട്ടിയാണ് അവിടെ രൂപീകരിച്ചിട്ടുള്ളത്. സമാന്തര സമ്മേളനം നടത്തുന്നുണ്ട് പാർട്ടി. ഇത് ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. പാർട്ടി പിരിച്ചുവിട്ടിട്ടുണ്ട്. പാർട്ടി കമ്മിറ്റി തൃശൂർ, ആലപ്പുഴ ജില്ലകൾ പാർട്ടി കമ്മിറ്റി പിരിച്ചുവിട്ട് EP ജയരാജനും സഖാവ് MA ബേബിക്കും ചുമതല കൊടുത്ത ഒരു കാലം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ തന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ പ്രത്യയശാസ്ത്രപരമായ വിശദീകരണം നൽകാൻ നമുക്ക് കഴിഞ്ഞിരുന്നു. 4-ാം ലോകമെന്നോ വേറെ ലോകമെന്നോ ഒക്കെ. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ പ്രശ്നം എന്താ? മംഗലപുരത്തായാലും ഇന്നലെ ഒരു നേതാവ്, ഈ പാർട്ടിയിൽ 30 കൊല്ലം പ്രവർത്തിച്ച ഒരു നേതാവ് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം BJP ആണ് ഇനി രക്ഷപ്പെടാൻ ഏക മാർഗം എന്ന് അദ്ദേഹം പറയാം. മതേതര പാർട്ടി BJP ആണ്, CPM അല്ല എന്ന് പറയാം. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമായിരിക്കാം, വ്യക്തിപരമായ അഭിപ്രായമൊക്കെ ഉണ്ട്. പക്ഷേ 30 കൊല്ലം CPM-ൽ പ്രവർത്തിച്ചിട്ട് മതേതര പാർട്ടി ഇതല്ല BJP ആണ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അയാളുടെ പ്രത്യയശാസ്ത്ര നിലപാട് എന്താണ് ഇത്തരം കാലത്തിൽ? മാത്രമല്ല, നേരത്തെ അപർണ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ആരോപണം ഇയാൾ രാഷ്ട്രീയത്തിൽ വ്യതിചലിച്ചു എന്നൊന്നുമല്ല. റിച്ചാർഡ് ഫ്രാങ്കിയെ പോലെ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ 4-ാം ലോകത്തിന്റെ വിഷയമോ അല്ലെങ്കിൽ വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുന്ന വിഷയമോ ഒന്നുമല്ല ഇപ്പൊ ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ ചർച്ച ചെയ്യുന്ന എന്താ? ഒന്ന് നേരത്തെ പറഞ്ഞ ക്വാറി മാഫിയ, സ്ത്രീപീഡനം ഏതാണ്ട് എല്ലാ സ്ഥലത്തും വന്നിട്ടുണ്ട്. ഇവർക്ക് ചെയ്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു ധൈര്യമുണ്ട്. ഇവർക്ക് എന്താ കാര്യം എന്നറിയും. അവിടെയാണ് പ്രശ്നം. പാർട്ടി സ്ത്രീപീഡനത്തിന് ഒരാളെ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കുന്ന ഒരു ജില്ലാ സെക്രട്ടറി. ആ ജില്ലാ സെക്രട്ടറി പിന്നെ നമ്മൾ കാണുന്ന അയാൾക്ക് ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല. ബ്രാഞ്ച് മുതൽ സ്റ്റേറ്റ് സമ്മേളനം വരെ പങ്കെടുക്കുന്നില്ല. അയാൾ സ്റ്റേറ്റ് സമ്മേളനത്തിൽ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നേരെ വരികയാണ്. അയാൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും പവർഫുൾ പൊളിറ്റിക്കൽ ലീഡർ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അങ്ങനെ വരെ നിങ്ങൾക്ക് വരാം. നിങ്ങൾ എന്ത് സ്ത്രീപീഡനം നടത്തിയാലും നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആവാം എന്നൊരു ധൈര്യം ഈ പാർട്ടിയിലുണ്ട്. ഇപ്പൊ കരുനാഗപ്പള്ളിയിലെ വിഷയം പറഞ്ഞു, ചിലരൊക്കെ പറഞ്ഞു അത് ഭയങ്കര ഗംഭീരമാണ്, ഞങ്ങളത് പിരിച്ചുവിട്ടു. എന്ത് പിരിച്ചുവിട്ടത്? ഇനി ഇത് കഴിഞ്ഞ് പുതിയൊരു കമ്മിറ്റി ഉണ്ടാക്കിയാൽ തന്നെ ആ കമ്മിറ്റിയിൽ വരുന്ന ആരും സ്ത്രീപീഡനത്തിൽ പ്രതികളല്ല എന്നോ അല്ലെങ്കിൽ ക്വാറി മാഫിയയുടെ ആളല്ല എന്നോ അല്ലെങ്കിൽ ബാർ മാഫിയയുടെ ആളല്ല എന്ന് പറയാൻ പറ്റുമോ? കാരണം അങ്ങനെയല്ലാത്ത ആളുകൾ ഇതിൽ വളരെ കുറഞ്ഞിരിക്കുന്നു. സാധാരണ പ്രവർത്തകർ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും നേതൃത്വത്തിൽ വരണമെങ്കിൽ നിങ്ങൾക്ക് ഫണ്ട് പിരിക്കാൻ കഴിയണം, പൈസ പിരിക്കാൻ കഴിയണം. ഇന്നിപ്പോ ഫണ്ട് പിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അത് ദേശാഭിമാനിയുടെ ആയാലും പാർട്ടിയുടെ ആയാലും DYFIയുടെ ആയാലും ഫണ്ട് പിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ രസകരമായ ഫണ്ട് പിരിവാണ്. പഴയ പോലെ ഒന്നല്ല. സമ്മേളനം ആഘോഷമായി നടത്തുകയാണ്. 50,000 രൂപ 50 രൂപയ്ക്ക് ബ്രാഞ്ച് സമ്മേളനം നടത്തിയിട്ടുള്ള ആളാണ് ഞാൻ. 250 രൂപയ്ക്ക് അന്നത്തെ രൂപയുടെ വില മാറ്റി വയ്ക്കുക. എന്നാൽ പോലും ഇന്ന് 1, 2, 3 ലക്ഷം രൂപയാണ് ഒരു ലോക്കൽ സമ്മേളനത്തിന് ചെലവാക്കുന്നത്. എവിടുന്ന അത് വരണേ? ആരാത് കൊടുക്കണേ? എവിടുന്ന അത് വരണേ? ഇതാരും ചോദിക്കാറില്ല. തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലായാലും അത് തന്നെ. അതുപോലെ നേതാക്കളുടെ അച്ചടക്കം വളരെ തമാശയില്ലേ? EP ജയരാജൻ പറയുന്ന ഒന്ന്, P ജയരാജൻ പറയുന്ന ഒന്ന്, MV ഗോവിന്ദൻ പറയുന്നു വേറൊന്ന്. ഇത് അതുപോലെ പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാത്രം ചർച്ച ചെയ്ത വിഷയങ്ങളൊന്നും എടുക്കും. P സരിനെ കുറിച്ച് ഒരാൾ പറയുന്നത്, P സരിനെ കുറിച്ച് വേറൊരാൾ പറയുന്നത്, പെട്ടി വിവാദത്തെ കുറിച്ച് പറയുന്നത്. ഇത് നേതാക്കൾ, വളരെ ഉന്നതരായ നേതാക്കൾ, ഒരുപാട് കൊല്ലം പ്രവർത്തിച്ച നേതാക്കൾക്ക് എന്താ അങ്ങനെ തെറ്റിപ്പോണേ? അത് തെറ്റിപ്പോണതല്ല. ഒരു പ്രത്യയശാസ്ത്രത്തിന്റെയും യുക്തിയിലല്ല അവർ ചിന്തിക്കുന്നത്. അവർ ചിന്തിക്കുന്നത് അപ്പോഴത്തെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം ചിന്തിക്കുന്നതുകൊണ്ട് പ്രത്യയശാസ്ത്രത്തിന് ഒരു യുക്തിയുണ്ട്, ഒരു ഘടനയുണ്ട്. ആ ഘടന ഇപ്പോൾ ഇല്ല. ഇപ്പൊ ആകെയുള്ള ഘടന എന്താ? പാർട്ടിക്ക് ഭരണം കിട്ടണം. പാർട്ടിക്ക് ഭരണം കിട്ടിയാൽ പോരാ, അതിൽ എനിക്ക് പങ്കുണ്ട്. CR നീലകണ്ഠൻ, ഈ കരുനാഗപ്പള്ളി വിഷയം എടുക്കുമ്പോൾ PR വസന്തന് നേരത്തെ തന്നെ ബിനാമി ഇടപാടുകളൊക്കെ ഉണ്ടെന്ന് 2021 പാർട്ടി പ്രവർത്തകർ ആരോപിക്കുക. എന്നിട്ട് ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് കരുനാഗപ്പള്ളിയിലെ തോൽവിൽ തരം താഴ്ത്തിയതാണ്. പിന്നീടാണ് തിരിച്ചു വരുന്നത്. ഈ പെണ്ണ് പിടിയനെ മാറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വസന്തനെതിരെ പ്ലക്കാർഡൊക്കെ ഉയർത്തി ഈ സമരം നടത്തുന്നത്. അതായത് ഈ കടുത്ത വിഭാഗീയതയുടെ സമയത്ത് പോലും കാണാത്ത, പുറത്ത് പറയാത്ത നാറ്റക്കേസ് പറഞ്ഞുകൊണ്ടാണ് ഈ ആരോപണമൊക്കെ. അപ്പോഴും ഇതൊക്കെ പ്രാദേശിക വിഷയമാണെന്നാണ് പറയുന്നത്. അല്ല, ഒരു നേതാവ്, ഒരു CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ, ഞാൻ 30 വർഷം ഈ പാർട്ടി പ്രവർത്തിച്ചത്. 30 വർഷം ഒരു CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങേയറ്റം വിശ്വസിക്കാവുന്ന, ആ പ്രദേശത്തെ ഏറ്റവും വിശ്വസ്തനായ മനുഷ്യനാണ്. ജനങ്ങളുടെ കൂടെ എപ്പോഴും നിൽക്കുന്ന ആളാണ്. അതിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ പാർട്ടി വരണമെന്നൊന്നുമില്ല. നാട്ടുകാരുടെ പരാതി വന്നാൽ പാർട്ടി അത് അന്വേഷിച്ച് പാർട്ടി നടപടിയെടുക്കും. ഇപ്പൊ പറഞ്ഞെന്താ, ഏത് കാര്യത്തിലാണ് പാർട്ടിക്ക് നടപടി എടുക്കാൻ പറ്റുക? ഇപ്പൊ കരുനാഗപ്പള്ളി കാര്യം പറഞ്ഞില്ലേ, ഞാനതാ ചോദിച്ചു. കരുനാഗപ്പള്ളി പുതിയ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോ അതിൽ ഈ പറഞ്ഞ ആളുകളില്ലേ? കൊഴിഞ്ഞാമ്പാറയിൽ നാളെ എവിടെയാ കമ്മിറ്റി ഉണ്ടാക്കുക? ജനസേവന കേന്ദ്രത്തിലാണോ കമ്മിറ്റി ഉണ്ടാക്കുക, അതോ CPM ഓഫീസിലാണോ കമ്മിറ്റി ഉണ്ടാക്കുക? P സരിനെ പോലെ ഒരാൾ വന്നു, ഉടനെ ആൾക്ക് സീറ്റ് കൊടുത്തു, അയാൾ കൊടുത്തു, ആയിക്കോട്ടെ, അതുപോലെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി കൊടുത്തു എന്ന് വെക്കാം. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് P സരിന് ഇവിടെ വന്ന് പാർട്ടി സ്ഥാനാർത്ഥിയാവാമെങ്കിൽ ബിപിൻ സി ബാബുവിന് ഇവിടുന്ന് പോയി BJP-യിലാവാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം നോക്കൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തൊരു ദുരന്തമാണ് പാർട്ടിക്ക് ഉണ്ടായത്. ആ ദുരന്തം എന്തുകൊണ്ടുണ്ടായി? എങ്ങനെയാണ് പാർട്ടി വോട്ടുകൾ കൂട്ടത്തോടെ BJP-യിലേക്ക് ഒഴുകിപ്പോയത്? എന്തുകൊണ്ടാണ്? ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഈ പാർട്ടി ഇപ്പൊ പറയുന്ന കാര്യം, അന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ഒന്ന് നോക്കൂ. ജമാഅത്തെ ഇസ്ലാമി 2011 വരെ ജനാധിപത്യ
മതേതര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിന്റെ ആളുകളായിരുന്നു. ആ പാർട്ടിയാണ് ഒരു സുപ്രഭാതത്തിൽ ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയും SDP യും ഒക്കെയാണ് പാലക്കാട് ജയിപ്പിച്ചതെന്ന് ഇവർക്കൊക്കെ വല്ല വിവരമുണ്ട്? കാരണം പാലക്കാട് ജമാഅത്തെ ഇസ്ലാമിക്ക് എത്ര വോട്ടുണ്ട്, SDP എത്ര വോട്ടുണ്ട്? 18,000 വോട്ടിന് ജയിച്ച രാഹുൽ മാങ്കൂട്ടം ജയിച്ചത് അതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പാലക്കാട്ടുകാർ ചിരിക്കില്ലേ? സത്യം ആരും ചിരിച്ചു പോകും. കാരണം ഒരുപക്ഷെ 17,000 അതിൽ 16,000 അല്ലെങ്കിൽ 15,000 വോട്ടാണ് അയാൾക്ക് കിട്ടുള്ളൂ. 3,000 വോട്ട് SDP യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. പക്ഷെ വിജയത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം SDP ക്ക് കൊടുക്കുകയും ജമാഅത്തെ ഇസ്ലാമിക്ക് കൊടുക്കുകയും BJP യുടെ വോട്ട് മുഴുവൻ കോൺഗ്രസിലേക്ക്, അതായത് 2ാം സ്ഥാനത്ത് നിൽക്കുന്ന BJP യുടെ വോട്ട് കോൺഗ്രസിലേക്ക് വരികയും BJP ദയനീയമായി പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ അതിൽ സങ്കടപ്പെടുന്ന CPM-കാരെ നമ്മൾ കാണുന്നത്. അതിന്റെ ഒരു പ്രതീതിയാണ് BPNC ബാബു അടക്കം. BJP തോൽക്കുമ്പോൾ സങ്കടമാണ്, കോൺഗ്രസിന് കൂടുതൽ വോട്ട് കിട്ടി BJP തോറ്റു എന്ന് പറയുമ്പോൾ ഇവരെന്തായാലും 3ാം സ്ഥാനത്താണ്. അപ്പൊ പ്രശ്നം എന്താ? ഇത് പ്രത്യയശാസ്ത്രപരമായ ഒരു കാര്യമില്ല. പ്രത്യയശാസ്ത്രം എന്നത് മറന്നു. കഴിഞ്ഞ 8 വർഷമായി, 8 വർഷം എന്നല്ല, ഒരു കാലമായിട്ടുണ്ട് ഏതെങ്കിലും ഒരു സഖാവ് എവിടെയെങ്കിലും ജനകീയ ജനാധിപത്യ വിപ്ലവമെന്നോ സോഷ്യലിസ്റ്റ് വിപ്ലവമെന്നോ എവിടെയെങ്കിലും പ്രസംഗിച്ച് കേട്ടിട്ടുണ്ടോ? ഞാൻ തിരികെ എത്താം. ശ്രീ CR നീലകണ്ഠൻ, ശ്രീ റെജി ലൂക്കോസ് കൂടി നമുക്കൊപ്പം ചേർന്നു. ശ്രീ റെജി ലൂക്കോസ്, പുറത്തൊന്നും പറയാൻ പറ്റുന്ന വിഷയമല്ല അഴിമതി, കൊടി അഴിമതി, റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ ആള്, ക്വാറി മുതലാളിയുടെ ആള്, ബാർ മുതലാളിയുടെ വേണ്ടപ്പെട്ടവർ, സമ്പാദിച്ചത് കോടികളും ലക്ഷങ്ങളും, സ്ത്രീ പീഡന കേസ് വീരൻ, ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. അതായത് പ്രാദേശിക വിഷയമല്ല. ഇനി കുറെ പേര് ഇറങ്ങിപ്പോവുകയാണെങ്കിലോ, ഇത്രയും കാലം ഇരുന്ന പോസ്റ്റ് ഇനിയും വേണം എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് പാർട്ടിക്ക് പറ്റുന്നത്? സംസ്ഥാന സമ്മേളനം നടക്കേണ്ട കൊല്ലത്ത് ഗോഗോ വിളി നടക്കുന്നു, തെരുവിളി നടക്കുന്നു, തെരുവിൽ തല്ലി നടക്കുന്നു, കയ്യാങ്കളി തീരുന്നില്ല. ഈ സംസ്ഥാന സെക്രട്ടറിക്ക് ഇതൊന്നും പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ സെക്രട്ടറി എന്തിനാണ്? അല്ല, സംസ്ഥാന സെക്രട്ടറി അത് പരിഹരിക്കാൻ കഴിവുള്ള ആള് തന്നെ. ഇവിടെ നല്ല വിഷയം. നിങ്ങളുടെ സംസ്ഥാനം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CPM ആദ്യമായിട്ടാണ് ഇത്രയ്ക്കും ജനകീയത്തിലുള്ള ലക്ഷക്കണക്കിന് മെമ്പേഴ്സ് ഉള്ള, അതിൽ ഉപരി സഹയാത്രിയിലുള്ള അനുഭാവികളുടെ പാർട്ടിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാണെന്ന് തോന്നുന്നു. നിങ്ങൾ ഇതിനെ പെരുപ്പിച്ച് കാണിക്കുമ്പോൾ ഇതൊന്നുമില്ല. ഇത്തരം ചെറിയ പ്രശ്നങ്ങളൊക്കെ കാലങ്ങളായിട്ടുണ്ടാവും. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ്. അതിൽ ചില മോഹികൾ, ചില ആഗ്രഹങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിലേക്ക് അതിജീവിച്ച് ഈ പാർട്ടി പോകും. അതിൽ സ്വാഭാവികമല്ലേ. ഇപ്പം ഗോതമാഷ് ഇന്നലെ അവിടെ എത്തി ഞങ്ങളുടെ പാർട്ടിക്ക് മാത്രം സാധിക്കുന്ന ഒരു പ്രത്യേകത ഉണ്ട്. എന്താ വെച്ചാല് നടപടി സ്വീകരിക്കാൻ തന്നെയാണ് ആർജോടെ പാർട്ടി കേരളത്തിൽ, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ CPM. അല്ല ശ്രീ റെജി ലൂക്കോസ്, അത് ഏതൊക്കെ വിഷയങ്ങളിലാണ്? ഈ പണ്ടുണ്ടായ വിഭാഗീയ പ്രശ്നങ്ങൾ എന്താണ് പ്രത്യയശാസ്ത്രപരമായിട്ട്? ഇത് പറയുന്ന പേരുകളെല്ലാം എടുത്ത് VS അച്യുതാനന്ദൻ വരെയുള്ള പേരുകൾ എടുത്തു പറയൂ. അതൊക്കെ ഏത് വിഷയത്തിനകത്താണ്? ഈ പറഞ്ഞ ജനാധിപത്യപരമായിട്ടുള്ള വിപ്ലവമാണോ ഇപ്പോൾ നടക്കുന്നത്? ആ വിഷയമാണോ ഈ നേതാക്കന്മാർക്കെതിരെ ഉന്നയിക്കുന്നത്? തോമസ് ഐസക്കിനെതിരെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞിട്ട് ലോക്കൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്നു. ഇതിനകത്ത് ഇതാരാണ്? പീഡനക്കേസിൽ പെട്ട ആള് തോമസ് ഐസക്കിനെ ഒതുക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ എന്തെല്ലാം ആരോപണങ്ങളാണ് വരുന്നത്, എന്തെല്ലാം പരാതികളാണ് വരുന്നത്? ഇതിലെവിടെയാണ് പ്രത്യയശാസ്ത്രം? ഇതിലെവിടെയാണ് പണ്ടത്തെ പോലുള്ള ജനാധിപത്യപരമായിട്ടുള്ള വിപ്ലവപരമായിട്ടുള്ള ആ മുദ്രാവാക്യങ്ങളും അല്ലെങ്കിൽ ആ കാരണങ്ങളും ഒക്കെ എവിടെയാണ്? അല്ല, പ്രത്യയശാസ്ത്രത്തിന് വാക്ക് വെച്ചിട്ടില്ല. പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള വിഭാഗീയതയുടെ വാക്ക് ഞാൻ ഈ ചർച്ചയിൽ ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഇപ്പൊ കേരളത്തിലില്ല. അതൊക്കെ ഒരു കാലത്തുണ്ടായിരുന്നു. VS അച്യുതാനന്ദന്റെ കാലത്ത് അതുണ്ടായിരുന്നു. അതിനൊക്കെ മറികടന്ന് ഈ പാർട്ടി അച്ചടക്കമുള്ള പാർട്ടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടേ. പ്രത്യയശാസ്ത്ര അടിത്തറയെ കുറിച്ചൊന്നും ചർച്ച നടക്കേണ്ട. ആരെങ്കിലൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പാർട്ടി ഭേദങ്ങൾ ഉന്നയിച്ച് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. പാർട്ടി അത് പരിഹാരം കണ്ടെത്തുകയും ചെയ്യുക. അതിനുള്ള കഴിവുള്ള പാർട്ടിയാണ് ഇവിടെ. അത് തന്നെയല്ല, ഞാൻ ഇപ്പൊ ആദ്യമായിട്ടല്ലോ കേരളത്തിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ചെറിയ ഇതിനൊക്കെ പലയിടത്തും ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെയൊന്നും ഇല്ലാത്തൊരു, അത് താരതമ്യേന കുറവുള്ള പാർട്ടി CPM മാത്രമാണ്. മറ്റുള്ളവരെ ആനയെ വിഴുങ്ങുമ്പോൾ പാർട്ടിയുടെ ഒരു ചെറിയ കരടിന്റെ കാര്യത്തിൽ മാത്രം വിമർശിക്കപ്പെടുന്നു. അതാണ് ശ്രീ റെജി ലൂക്കോസ്, അതാണ് ഇതിപ്പോ കോൺഗ്രസിൽ ഇത് നടക്കുമ്പോൾ ഇതുണ്ട്. കോൺഗ്രസിൽ അതങ്ങനെയാണ്. ആ പാർട്ടിയുടെ CPM-ല് ഇത്തരം ആരോപണങ്ങൾ, ഈ രീതിയിലുള്ള കേസുകൾ, അധികാരം മാത്രം മതി എന്ന് വിചാരിക്കുന്ന നേതാക്കന്മാർ, അത് കഴിഞ്ഞ് ഒരു ദിവസം ഇറങ്ങുമ്പോൾ 2 മിനിറ്റിനകം BJP അടക്കമുള്ള പാർട്ടികളിലേക്ക് പോകുന്ന നേതാക്കന്മാർ, എന്നിട്ട് അവിടെ ഇരുന്ന് പറയുന്നത് എന്താണ്? ഈ പാർട്ടി വർഗീയ പാർട്ടിയാണെന്നാണ് പറയുന്നത്. വർഗീയ ശക്തികൾക്കൊപ്പം നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും കാലം പാർട്ടി ഊട്ടി വളർത്തിയത് ആരൊക്കെയാണ്? ഇവരൊക്കെ എന്ത് നിലപാടാണ് എടുത്തു പോന്നിരുന്നത് ഇത്രയും കാലം എന്നല്ലേ സാധാരണക്കാർക്ക് തോന്നുക? ചോദ്യം നല്ല ചോദ്യമാണ്. അതിനകത്തൊരു ഉത്തരവുണ്ട്. അതായത് അക്കരെ പച്ച തേടി പോകുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ചില പദങ്ങളുണ്ട്. അവർക്ക് ന്യായീകരിക്കാൻ മറ്റൊന്നുമില്ല. അതിനാണ് പറയുന്നത് വർഗീയതയോടുകൂടി ഒപ്പം നിൽക്കുകയാണ്. ഒരു പോകുന്ന ഏത് പാർട്ടിയിലേക്കാണ്? ഇപ്പൊ ഇന്നലെ ആലപ്പുഴ ഒരു വിദ്വാൻ പാർട്ടി ചെറുപ്രായത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പൊസിഷൻ കൊടുത്തു. അതായത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, DYFയുടെ സമന്വയ നേതാവ്, SFIയിലൂടെയൊക്കെ വളർന്നു ചെറുപ്പക്കാരനായ നേതാവ്
BJP ആയിട്ട് മുൻകൂട്ടി ധാരണയിൽ പാർട്ടി വിട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അത് CPM വർഗീയ പാർട്ടി എന്ന് ആരോപിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല അതിനകത്തൊരു എന്താ പറയുക, അതിനൊരു കോമഡി എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഇത്തരം അക്കരെ പച്ച തേടി പോകുന്നവര് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പാർട്ടി ശോഷിക്കും. പാർട്ടി അതുകൂടി അടുത്തൊരു വിമർശിക്കത്തോളൂ. അല്ല, ഞാൻ ചോദിച്ചതിന് മറു ചോദ്യമാണ് ശ്രീ റെജി ലൂക്കോസ്. ഇന്നലെ BJPയിലേക്ക് പോയ ബിപിൻ സി ബാബു ആലപ്പുഴയിൽ ഇനി MLA സ്ഥാനം മാത്രമാണ് CPM എന്ന രാഷ്ട്രീയ പാർട്ടി കൊടുക്കാനുള്ളത്. ഇതെല്ലാം ആർക്കാണ് പാർട്ടി കൊടുത്തത് ഇത്രകാലം? അവിടെ അർഹരായിട്ടുള്ള എത്രയോ നേതാക്കന്മാർ അല്ലാതെ ഉണ്ടായിരുന്നു. അവരെല്ലാം മറികടന്നുകൊണ്ട് പാർട്ടി ഊട്ടി വളർത്തിയ ഒരാൾ എല്ലാ സ്ഥാനമാനങ്ങളും കൊടുത്തിട്ട് അത് പോരാതാകുമ്പോൾ അല്ലെങ്കിൽ കേസിൽ നടപടിയെടുക്കുമ്പോൾ തരം താഴ്ത്തുമ്പോൾ ഇറങ്ങിപ്പോവുകയാണ്. പാർട്ടിക്കാണ് തെറ്റുപറ്റുന്നത്. എത്രയോ വർഷമാണ് പാർട്ടിക്ക് തെറ്റുപറ്റുന്നത്? അങ്ങനെ ഒരു പോയിന്റ് അതിനകത്തില്ലേ? ഒരു മിനിറ്റ് തന്നെ ഇടപെടാതിരിക്കും. APK അബ്ദുള്ളക്കുട്ടി എന്ന് പറഞ്ഞ നേതാവുണ്ടായിരുന്നു ഞങ്ങളുടെ പാർട്ടിയിൽ. 2 തവണ പാർലമെന്റിലേക്ക് ചെറുപ്രായത്തിൽ തന്നെ SFIയിലുള്ള കാലത്ത് തന്നെയാണ് മത്സരിപ്പിച്ച് ജയിപ്പിച്ച് ഇന്ത്യൻ ലോകസഭയിൽ എത്തിച്ച ആളാണ് ഈ പാർട്ടി. അതിനുശേഷം അദ്ദേഹം നേരെ കോൺഗ്രസിലേക്ക് പോയി ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ MLA ആയി. പിന്നീട് അവിടെ നിൽക്കാതെ ഇപ്പൊ BJP ചെന്ന് ചാടിയിരിക്കുക. അപ്പൊ അത് ഈ പാർട്ടിക്കാരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചകൊണ്ടാണോ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, CPMനെ സംബന്ധിച്ചോളം CPMന് ഇത്ര കരടുകൾ പുറത്തു പോകുന്നത് സ്വാഭാവികം എന്ന് മാത്രമല്ല, അതിന് അവർ ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്. ആ വാക്കുകൾ ഈ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമല്ലേ. നിങ്ങളൊന്ന് മനസ്സിലാക്കിയ CPMനല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കരുതാപ്പള്ളിയിലെ ഏരിയ കമ്മിറ്റി അപ്പാടെ പിരിച്ചുവിടാനുള്ള തന്റെ ഉണ്ടോ? പിരിച്ചുവിട്ടിട്ട് എന്തുണ്ടായി? പ്രശ്നം പരിഹരിച്ചോ? പിരിച്ചുവിട്ടിട്ട് പ്രശ്നം പരിഹരിച്ചോ? അല്ല, പിരിച്ചുവിടാനുള്ള തന്റെ ഉണ്ടായിട്ടില്ല. ആരെങ്കിലും ഭയമുണ്ടെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കേഡറിന് ഭയമുണ്ടെങ്കിൽ ഇത് ചെയ്യോ? എന്തുണ്ടായാലും ചോദ്യത്തിനുള്ള മറുപടി പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞാൽ ആ നടപടി സ്വീകരിക്കുന്നു ഗൗതം പറഞ്ഞു കഴിഞ്ഞു. അഡ്ഹോ കമ്മിറ്റിക്ക് ചുമതല നൽകി. പ്രശ്നം അവിടെ തീരുന്നില്ല. ഈ കുലശേഖരത്തിന്റെ സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അല്ലെ B കൃഷ്ണകുമാർ, അദ്ദേഹം വാട്സപ്പിലൂടെയാണ് പറയുന്നത് താൻ ചുമതല ഒഴിയുന്ന കാര്യം. അതായത് നേതൃത്വത്തെയൊക്കെ കണക്കിന് പരിഹസിച്ച് കേഡർ പാർട്ടിയാണ്, പ്രശ്നം ഇതുകൊണ്ട് തീർന്നു, അഡ്ഹോ കമ്മിറ്റി വന്നു, ഇനി ഈ വിഴുപ്പലക്കൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇനി ആ പ്രശ്നം തീർന്നു എന്ന്. പ്രശ്നം തീരുന്നില്ല. അല്ല, പ്രശ്നം തീരുന്നില്ല. നിങ്ങൾ എങ്ങനെ വിധിയെഴുതുന്നത്? പ്രശ്നം തീർക്കാനുള്ള കഴിവുള്ള പാർട്ടിയല്ലേ ഇത്? ഇവിടെ ഏറ്റവും കാലങ്ങളായിട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ പാർട്ടി അതിജീവിക്കുന്നുണ്ട്. ഇതിന്റെ അതിൽ നിന്നൊക്കെ ഈ പാർട്ടിക്ക് അന്വേഷിക്കണമുണ്ടായിട്ടുണ്ടോ? CPM എന്ന് പറഞ്ഞ പാർട്ടി ഇതിലൂടെയൊക്കെ കരുത്തറിഞ്ഞിച്ച് തീയിൽ കുരുത്തുന്ന പാർട്ടിയാണ്. ആ പാർട്ടിനെ ഏതോ 1-2 വ്യക്തികൾ എന്തെങ്കിലും അക്കരെ ഞാൻ തിരികെത്താം ശ്രീ റെജി ലൂക്കോസ്. ഇപ്പോൾ CPM മംഗലപുരം മുൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറി മുല്ലശ്ശേരി മധു മുല്ലശ്ശേരി കൂടി നമുക്കൊപ്പം ചേർന്നു. ശ്രീ മധു മുല്ലശ്ശേരി, താങ്കൾ ഇപ്പോൾ CPMൽ ഇല്ല, പാർട്ടി വിട്ടു അല്ലേ? പാർട്ടി വിട്ടത് എന്തുകൊണ്ട് എന്നുള്ളതിന് ആ ചുരുക്കം 2 വാക്കുകളിൽ എന്ത് പറയും താങ്കൾ? അതായത് മറുവശത്ത് നിന്ന് പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉള്ളതുകൊണ്ട് എങ്ങനെയാണ് അത് പ്രവർത്തകരോട്, അണികളോട് ഏത് തരത്തിലാണ്, എന്ത് നിലപാടിന്റെ പേരിലാണ് താങ്കൾ പാർട്ടി വിട്ടതെന്നാണ് പറയുക? ഇല്ല, പാർട്ടി നേതൃത്വമായി പാർട്ടിക്ക് എന്നെ വേണ്ടാന്നൊരു തോന്നല് പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് തോന്നിയെന്ന് എനിക്കൊരു തോന്നലുണ്ടായി. പാർട്ടി 1982 മുതൽ ബ്രാഞ്ച് സെക്രട്ടറി ആയത് മുതൽ പാർട്ടി ഏരിയ സെക്രട്ടറി വരെ വലിയ പ്രവർത്തനം നടത്തി കൊലക്കേസിൽ പ്രതിയായി നിന്നൊരു ഒരാളാണ് ഞാൻ. പക്ഷെ എന്നാൽ ഈ 1 വർഷക്കാലമായി പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു കൊള്ളരുതായ്മ എനിക്ക് താങ്ങാനായിട്ട് കഴിയുന്നില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഏതാണ്ട് ഒരു 6-7 മാസമായി ജില്ലാ സെക്രട്ടറിയുടെ ഓരോ കാര്യങ്ങളും എനിക്കെതിരായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു സാഹചര്യം ഞാൻ കാണുന്നില്ല. ഈ താങ്കൾക്കെതിരെ സാമ്പത്തിക ആരോപണങ്ങൾ ഉണ്ടായിരുന്നു, ചില ക്രമവിരുദ്ധ ഇടപെടലൊക്കെ നടത്തിയെന്നതിൽ ഒരുപാട് പരാതികളൊക്കെ പാർട്ടിക്ക് മുന്നിൽ കിട്ടിയിരുന്നു എന്നുകൂടിയാണല്ലോ പാർട്ടി നേതൃത്വം പറയുന്നത്. അതുകൊണ്ട് ഇത്തവണ താങ്കൾ ഏരിയ സെക്രട്ടറി ആകണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പാർട്ടി കടന്നു, അതല്ലേ ഉണ്ടായത്? അത് എന്റെ അടുത്ത് പറയണ്ടേ? എന്ത് ആരോപണമാണ് പറയേണ്ടത്? എന്ത് ആരോപണമാണ് വന്നിട്ടുള്ളത്? ഒരു ആരോപണവും വന്നിട്ടില്ല. ആരോപണം പറയേണ്ടത് ഒന്നീ ഒരു പാർട്ടി ഏരിയ സെക്രട്ടറിയെ മാറ്റുമ്പോൾ പാർട്ടി സമ്മേളനത്തിലാണെങ്കിൽ സമ്മേളനത്തിൽ പ്രതിനിധികൾ ആരോപിക്കണം, സാമ്പത്തിക ആരോപണം ആരോപിക്കണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആരോപണങ്ങൾ ആരോപിക്കണം. ഇതൊന്നും ഇന്നലെ നടന്ന പാർട്ടി ഏരിയ സമ്മേളനത്തിൽ ഒരു ആരോപണം പാർട്ടി ഏരിയ സെക്രട്ടറിക്ക് എതിരായിട്ട് വന്നില്ലല്ലോ. അല്ലെങ്കിൽ 6 വർഷമായി പാർട്ടി ഏരിയ സെക്രട്ടറി ആയിട്ട് 6 കൊല്ലക്കാലമായി നടത്തിയിട്ടുള്ള പ്രവർത്തനം വലുതല്ലേ? താങ്കൾക്കെതിരെ നേരത്തെ സമ്മേളന പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചതായിട്ടുള്ള വാർത്തകൾ ഉണ്ടായിരുന്നല്ലോ. സാധാരണ പാർട്ടിക്കാർക്ക് സമീപിക്കാൻ കഴിയാത്ത ഒരാളാണ് താങ്കൾ എന്ന തരത്തിലുള്ള വിമർശനമൊക്കെ നേരത്തെ സമ്മേളനത്തിലൊക്കെ പ്രതിനിധികൾ ഉന്നയിച്ചതല്ലേ? ഒരു വിമർശനം ഒരു സ്ഥലത്തും വന്നിട്ടില്ല. 10 ലോക്കൽ സമ്മേളനം നടന്നു.
ഒരു വിമർശനം വന്നില്ലല്ലോ. ജില്ലാ ഏരിയ സമ്മേളനം ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് നടന്നു. 10 ലോക്കൽ കമ്മിറ്റികളുള്ള ഏരിയ കമ്മിറ്റിയാണ് മംഗലാപുരം ഏരിയ കമ്മിറ്റി. ഒരാള് ഏരിയ സെക്രട്ടറിയെ ഒരു ആരോപണവും വെച്ചിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ എന്നെ മാറ്റണം? ഞാൻ ചോദിച്ചല്ലോ, പാർട്ടി ഇന്ന് തന്നെ ഞാൻ രാവിലെ 9 മണിക്ക് അറിയണം എന്നെ മാറ്റുന്നു എന്നുള്ളത്. എന്തിനാ മാറ്റുന്നത്? മാറ്റുന്നതുകൊണ്ട് കുഴപ്പമില്ല, മാറ്റുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ പറയേണ്ട എന്തിനാണ്, സംഘടനാപരമായി പറയേണ്ട എന്തിനാണ് പാർട്ടി ഏരിയ സെക്രട്ടറിയെ മാറ്റുന്നത്? അപ്പൊ എനിക്ക് കിട്ടിയ മറുപടി, ജില്ലാ നേതൃത്വം തീരുമാനിച്ചു. എന്തിനാ തീരുമാനിക്കുന്നത്? അങ്ങനെ ഒരു തീരുമാനമുണ്ടോ? ജില്ലാ നേതൃത്വം തീരുമാനിച്ചു മാറ്റാനായിട്ട്. ഇത് വളരെ കാലമായി, ഏതാണ്ട് 1 വർഷക്കാലമായി ജോയി ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം എന്നോട് കാണിക്കുന്ന അവഗണനയില്ലേ? ഞാൻ അല്ല, അതെന്താ 82 തൊട്ട് താങ്കൾ ബ്രാഞ്ച് സെക്രട്ടറി ആണെന്ന് താങ്കൾ തന്നെ പറയുന്നു. 2 തവണ ഏരിയ സെക്രട്ടറി. എന്ത് അവഗണന ഈ പാർട്ടി കാണിച്ചതാണ്? ഇത്രയധികം തന്നിട്ടും ഈ പാർട്ടി എന്ത് അവഗണന കാണിച്ചതാണ്? അല്ലല്ല, തന്നതല്ല. അതേപോലെ പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 1982-88 മുതൽ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയായി പാർട്ടിക്ക് നേതൃത്വം കൊടുത്ത് നിന്ന ആളാണ് ഞാൻ. നിന്നപ്പോൾ പാർട്ടി എനിക്ക് അറിയിക്കുന്ന സാധനം എനിക്ക് തന്നിട്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷെ അത് പ്രവർത്തനത്തിന്റെ മാനദണ്ഡം നോക്കിയല്ലേ പാർട്ടി. അല്ല, അപ്പോൾ എത്ര വർഷമാണ് പാർട്ടി താങ്കളെ ചേർത്ത് പിടിച്ചത്? എത്ര വർഷമാണ് താങ്കൾക്ക് ആ പദവി നൽകിയത്? എത്രയോ വർഷമാണ് താങ്കളെ ആ പ്രധാനപ്പെട്ട സ്ഥാനത്ത് പാർട്ടി നിർത്തിയത്. അതുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ ഒരു പ്രവർത്തനവുമായിട്ട് ബന്ധിക്കുന്ന പാർട്ടി ഏരിയ സെക്രട്ടറിയെ പാർട്ടിയിൽ നിന്ന് മാറുന്നതിന് ഞാൻ ഇന്ന് തീരുമാനിച്ചതല്ല. ഞാൻ അഥവാ ഇന്ന് പാർട്ടി ഏരിയ സെക്രട്ടറി ആയെങ്കിലും ദീർഘകാലം ഞാൻ പാർട്ടി ഏരിയ സെക്രട്ടറി ആയിട്ട് പോകും എന്നെനിക്കൊരു വിശ്വാസം. അത്രയ്ക്ക് അവഗണനയാണ് ജില്ലാ സെക്രട്ടറിയിൽ നിന്ന് ഞാൻ നേരിട്ട്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ ഇത്രയും നീണ്ട കാലം ആ പദവിയിൽ ഇരിക്കുക, പല പദവികളിൽ ഇരിക്കുക, പാർട്ടി താങ്കൾക്ക് ആ അർഹമായിട്ടുള്ള പരിഗണന വരിക, അതിനകത്ത് നിന്ന് അല്ലാത്ത തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടടക്കമുള്ള പരാതികൾ വരിക, സ്വാഭാവികമായിട്ടും ജില്ലാ നേതൃത്വം അത് കണക്കിലെടുക്കുന്നു. സമ്മേളനത്തിൽ പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചിട്ടില്ല എന്ന് താങ്കൾ പറയുമ്പോൾ ഉന്നയിച്ചു എന്ന് ജില്ലാ നേതൃത്വം പറയുന്നു. അവരങ്ങനെ ഒരു നിലപാടിലേക്ക് എടുക്കുന്നു. ഒരാൾക്ക് തന്നെ എത്ര കാലം ആ പദവിയിൽ ഇരിക്കാൻ കഴിയും? 88 തൊട്ട് താങ്കളെ എന്റെ പറയണ്ടേ സാമ്പത്തിക ആരോപണം എന്റെ അടുത്ത് പറയണ്ടേ? സാമ്പത്തിക ആരോപണമുണ്ട്. ഏതാണ്ട് 6 വർഷക്കാലമായി ഞാൻ പാർട്ടി ഏരിയ സെക്രട്ടറി ആയിട്ട് 1 രൂപ പാർട്ടിയുടെ ആനുകൂല്യം പറ്റിയല്ല ഞാൻ പാർട്ടി ഏരിയ സെക്രട്ടറി പ്രവർത്തനം നടത്തിയത്. പാർട്ടി ഏരിയ സെക്രട്ടറിക്ക് യഥാർത്ഥത്തിൽ അലവൻസ് എടുക്കാൻ അധികാരമുണ്ട്, അല്ലെങ്കിൽ സംഘടനാപരമായ നിയമമുണ്ട്. 1 രൂപ ഞാൻ പാർട്ടി ഏരിയ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഇതുവരെ ഒരു ആനുകൂല്യം പറ്റിയിട്ടില്ല. ജില്ലാ സെക്രട്ടറി ഒരു പേഴ്സണൽ റിവെഞ്ച് എടുത്തതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാപിത താല്പര്യമാണ്, അത് മാത്രമാണോ ആരോപണം? അതാണ് ആരോപണം. എന്തിനാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത്? അതെനിക്കറിയില്ല. ഇത് മാത്രമല്ലല്ലോ, അതാണ് ഞാൻ പറഞ്ഞ കഴിഞ്ഞ 6 അല്ല, താങ്കൾ ഇപ്പോഴല്ല തീരുമാനിച്ചതെന്ന് പറഞ്ഞല്ലോ. 1 വർഷത്തിലേറെയായി താങ്കൾ തീരുമാനിച്ചിരുന്നു പാർട്ടി വിടാൻ. അപ്പോ പെട്ടെന്ന് എടുത്ത തീരുമാനമല്ല. അപ്പോഴിത് എന്താണ് കാരണമെന്ന് താങ്കൾക്ക് അറിയില്ല, താങ്കൾ അന്വേഷിച്ചില്ല. 1 വർഷക്കാലമായി അല്ല പാർട്ടി വിടാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ 1 വർഷക്കാലമായി ജില്ലാ സെക്രട്ടറിയോട് കാണിക്കുന്ന അവഗണന. ഞാൻ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രനോടൊപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആനാവൂരിനോടൊപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരിൽ നിന്നും അങ്ങനെ ഒരു അവഗണന ഉണ്ടായിട്ടില്ല. പക്ഷേ ജോയ് ഈ 1 വർഷമായിട്ടുണ്ട് ജില്ലാ സെക്രട്ടറി ആയിട്ട്. അതിനുശേഷം വ്യക്തിപരമായി എന്താണ് വിരോധമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? പാർട്ടി ഏരിയ കമ്മിറ്റി എടുക്കുന്ന ഓരോ തീരുമാനത്തെ അട്ടിമറിക്കുകയാണ്. സിപിഎമ്മിനെ സംബന്ധിച്ചോളം പാർട്ടി സെക്രട്ടറിമാർക്ക് വലിയ അതോറിറ്റിയാണ് പാർട്ടി സെക്രട്ടറിമാരുടെ അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ജില്ലാ സെക്രട്ടറിക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഇത്രയും വർഷം താങ്കളെ കൂടെ നിർത്തിയ, അല്ലെങ്കിൽ താങ്കൾ വിശ്വസിച്ച ആ പാർട്ടി താങ്കൾ ഉപേക്ഷിക്കുന്നു, വിട്ടുപോകുന്നു. ഇതിനകത്ത് നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കേണ്ട തീരുമാനം എടുത്തതാണ്. അതായത് ഏരിയ സെക്രട്ടറി ആകാൻ കഴിയുന്നില്ലെങ്കിൽ താങ്കൾ ആ പാർട്ടി വിടുന്നു. ഇല്ല, അതുകൊണ്ടല്ല തീരുമാനിച്ചത്. അല്ല, താങ്കൾ തന്നെ പറഞ്ഞു ഏരിയ സെക്രട്ടറി ഇതിൽ നിന്ന് മാറ്റിയത് കൊണ്ടാണ്. മാറണമെന്ന് വളരെ നേരത്തെ തീരുമാനിച്ചിരുന്നു. ഇതിൽ നിന്ന് മാറണമെന്ന് പല ഘട്ടത്തിലും ഞാൻ തീരുമാനിച്ചിരുന്നു. പിന്നെന്തിനാണ് പാർട്ടി വിടുന്നത്? താങ്കൾ തീരുമാനിച്ചിരുന്നു മാറണമെന്ന്, പാർട്ടി താങ്കളെ മാറ്റുകയും ചെയ്തു. പിന്നെന്തിനാണ് പാർട്ടി വിടുന്നത്? പിന്നെ എന്തിനാ അതിനകത്ത് നിൽക്കുന്നത്? അതാണ് കാര്യം എന്ന് പറയുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്. ആ പദവി ഇല്ലാത്തത് കൊണ്ടാണ് താങ്കൾ പോകുന്നത്? പദവി ഇല്ലാത്തതുകൊണ്ടല്ല പോയത്. ജില്ലാ സെക്രട്ടറിയുടെ അവഗണന സഹിക്കാവുന്നതിനപ്പുറമാണ്. ഏരിയ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഏരിയ കമ്മിറ്റി നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല. വിഭാഗീയ പ്രവർത്തനം നടത്തി, ഓരോ സ്ഥലത്തും വിഭാഗീയ പ്രവർത്തനം നടത്തുകയാണ്.
ഇനി മറ്റ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികളിലേക്കുള്ള ഒരു നീക്കത്തിൽ കൂടിയാണോ താങ്കൾ? അങ്ങനെ ഉണ്ടോ? സിപിഎമ്മുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു ദീർഘകാലമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വന്ന ആളാണ് ഞാൻ. 1982 മുതൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പാർട്ടി ലോക്കൽ ബ്രാഞ്ച് സെക്രട്ടറിയായി, പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി, പാർട്ടി ഏരിയ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ച ഒരാളാണ്. ജനങ്ങളുടെ ഇടയിലൊപ്പം നിന്ന് പ്രവർത്തിച്ചൊരു പാർട്ടിയാണ്. ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചൊരു പാർട്ടിയാണ്. അതുകൊണ്ട് താങ്കൾ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോവുകയാണോ? രാഷ്ട്രീയ രംഗത്തുണ്ടാവും. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വാതിൽ തുറന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ പോകണമെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഇതെല്ലാം ഇന്ന് ഒരു മണിക്ക് ശേഷം സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പൊ 2 ദിവസം എനിക്ക് സമയം ആലോചിച്ച് വ്യക്തമായ തീരുമാനം എടുക്കും. ആ തീരുമാനം നിങ്ങൾ ആ സമയത്ത് ഞാൻ പറയാം. അതായത് ഉണ്ടാകും, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിരിക്കും താങ്കൾ അല്ലേ? ഉണ്ടാകും. വളരെ നന്ദി ശ്രീ മധു മുല്ലശ്ശേരി. ശ്രീ എൻ ശ്രീകുമാർ, ഇത് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. താങ്കൾ അത് വ്യക്തമായിട്ട് കേട്ടു അല്ലോ. അപ്പോൾ നേരത്തെ ശ്രീ റെജു ലൂക്കോസ് പറയുന്നത് പോലെ അല്ല വിഷയങ്ങൾ. 88 തൊട്ട് ഈ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ പാർട്ടി വിട്ടത് എന്തിനാണ് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമായിട്ടും അല്ലാതെയും പരോക്ഷമായിട്ടും ഒക്കെ പറയുന്നുണ്ട്. ഇത് ഇവിടെ മാത്രമല്ല, കരുനാഗപ്പള്ളി തൊട്ട് ഇങ്ങോട്ട് പാലക്കാട് തൊട്ട് പത്തനംതിട്ട വരെ ഇതൊക്കെയുണ്ട്. അതൊക്കെ പ്രാദേശിക വിഷയമാണ് എന്നാണ് പറയുന്നത്. ആശയപരമായിട്ടുള്ള വിഷയങ്ങൾ ആമാശപരമായിട്ടുള്ളതാണെന്ന് കേൾക്കുന്നവർക്ക് തോന്നുകയും ചെയ്യും. ശ്രീ എൻ ശ്രീകുമാർ, മറുപടി. CPM-ന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റമാണ് ഇപ്പൊ കാണുന്നത്. കാരണം ഈ തുടർഭരണം കിട്ടുമ്പോൾ മിക്കവാറും എതിർ രാഷ്ട്രീയ നേതാക്കളും അതുപോലെ നിരീക്ഷകരൊക്കെ പറഞ്ഞൊരു കാര്യം, ഈ പാർട്ടിയിലത്തെ ഈ തുടർഭരണം ആ പാർട്ടിയെ ഒരു അസ്വസ്ഥതയിലേക്ക് എത്തിക്കുമെന്നുള്ളതായിരുന്നു. ഇത് കാലം രാജ്യത്തിൽ മുൻകൂട്ടി അറിഞ്ഞിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം 2ാം പിണറായി ഗവൺമെന്റിന്റെ വരുന്നതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം പറഞ്ഞത് തുടർഭരണം കിട്ടുമോ എന്ന് ഉറപ്പില്ല എന്നാണ്. അതിന്റെ കാരണം തുടർഭരണം കിട്ടിയാൽ സ്വയമേ ശോഷിച്ച CPI വീണ്ടും ശോഷിക്കും എന്ന് അദ്ദേഹം കണക്കുകൂട്ടി. കാരണം സംഘടന വളരില്ല. എന്നാൽ അതിന് വ്യത്യസ്തമായി സംഘടനാ ശക്തിയുള്ളതാണ് CPM. പക്ഷേ ഭരണതലത്തിലെ സുഖസൗകര്യങ്ങളുടെ വർധന പാർട്ടിയെ പല തട്ടുകളായി തിരിച്ചു എന്നുള്ളതാണ്. CPM-ലെ ഗ്രൂപ്പിസം മുമ്പ് തലപ്പത്തായിരുന്നു. അത് VS പിണറായി ഗ്രൂപ്പാണെങ്കിലും സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ ഗ്രൂപ്പാണെങ്കിലും. പക്ഷെ ഇപ്പോൾ അത് താഴെത്തട്ടിലേക്ക് വരുമ്പോൾ ഉള്ളൊരു ദോഷം, അണികളെ നേതാക്കളെ നിയന്ത്രിക്കുന്നത് പോലെ നിയന്ത്രിക്കാൻ പാർട്ടിക്ക് കഴിയാത്ത അവസ്ഥ വരും. അതുകൊണ്ടാണ് ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടത്. ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടത് ഈ പാർട്ടിക്ക് പറ്റുള്ളൂ എന്ന് നമ്മുടെ സുഹൃത്ത് റെജി ലൂക്കോസ് പറയുമ്പോൾ അത് ഗതികെട്ട് പിരിച്ചുവിട്ടതാണ്. കാരണം ഏരിയ കമ്മിറ്റി നിലനിർത്തിക്കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല അവർക്ക്. അപ്പൊ പിരിച്ചുവിട്ടാൽ പിന്നെ പ്രശ്നമില്ലല്ലോ, ആർക്കും പ്രശ്നമില്ലല്ലോ, വിഭാഗീയതയിലില്ല, ഒന്നുമില്ല. കാരണം സംഗതി തന്നെ ഇല്ല, പാർട്ടി ഇല്ല, പാർട്ടി കമ്മിറ്റി ഒരു പ്രദേശത്തില്ല. CPM-ന്റെ ചരിത്രത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടോ? കൊഴിഞ്ഞാമ്പാറയിൽ എന്താ സംഭവിച്ചത്? കൊടി ഉയർത്തി, ബദൽ സമ്മേളനത്തിന്റെ കൊടി ഉയർത്തി ബദൽ ഓഫീസ് തുറന്നു. അതെന്താ നിസ്സാര കാര്യമാണോ? കാരണം അവിടെ നിയന്ത്രിക്കാൻ പറ്റില്ല പാർട്ടിക്ക്. അതായത് ഈ ബ്രാഞ്ച് ലോക്കൽ തലത്തിലുള്ള നേതാക്കളെ വിലയിരുത്തുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു. അത് പരാജയപ്പെടാൻ കാരണം നേതാക്കളിൽ ഈ 4ാം നിരയിലുള്ള നേതാക്കൾ, അതായത് ബ്രാഞ്ച് അല്ല ലോക്കൽ ഏരിയ തലത്തിലുള്ള നേതാക്കൾക്ക് പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളെ വിശ്വാസത്തിലെടുക്കാൻ പറ്റാതായി പോയി. കാരണം അവര് പറഞ്ഞതല്ല പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഒരാൾ BJP വന്നാൽ ആ ആള് നല്ലവൻ എന്നൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. ഒരാൾ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് വന്നാൽ പിറ്റേന്ന് അയാളെ MLA സ്ഥാനാർത്ഥിയാക്കിയിട്ട് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. അപ്പൊ ഇത്രയും കാലം പാർട്ടി പറഞ്ഞ എന്താണ്? ഇനി അത് മാത്രമല്ല, ഇടയ്ക്ക് CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ എന്താ പറഞ്ഞത്? കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം ഇല്ലാത്തതിന്റെ ദോഷം ചിലരിലുണ്ടെന്നാണ്. അപ്പൊ അങ്ങനെയുള്ളവർ എന്തിനാണ് ഇങ്ങനെ കൈനീട്ടി കെട്ടിപ്പിടിക്കുന്നത്? അപ്പൊ ഇത് പാർട്ടിയുടെ ലോക്കൽ ബ്രാഞ്ച് നേതാക്കൾ ചിന്തിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പല തലങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിഭാഗീയതയുടെ വാർത്തകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് വാർത്തകളുടെ പ്രചരണം പെട്ടെന്നാണ്, അതായത് വ്യാപിക്കുന്നത് പെട്ടെന്നാണ്. ഇപ്പൊ OGF പാർട്ടി 15 RMP ഒരു പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അത് കേരളമാകാൻ മുഴുവൻ അറിയാൻ കുറെ സമയമെടുത്തു. പഴയ കാലത്തെ പാർട്ടിയുടെ വിഭാഗീയത പെട്ടെന്ന് അറിയില്ല. ഇപ്പൊ അതല്ല, വിത്തിൻ സെക്കൻഡ്സ്, അത് നിമിഷങ്ങൾക്കുള്ളിൽ ചാനലുകളിൽ ചിത്രങ്ങൾ അധികം വീഡിയോകൾ ചിത്രീകരണം അടക്കം വരികയാണ്, സോഷ്യൽ മീഡിയ വരികയാണ്. അപ്പൊ എന്താണ്? അവർക്ക് ആവേശം വരും, അവർക്ക് എങ്കിൽ ഞങ്ങൾക്ക് എന്താണ് പ്രതികരിച്ചതെന്ന തോന്നൽ വരും. അത് മനസ്സിലാക്കാൻ ഒരുപാട് സംവിധാനങ്ങളുള്ള CPM പരാജയപ്പെട്ടു.
അതുകൊണ്ടാണ് ഇന്ന് അവരുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോയി അപർണ. പാർട്ടിയുടെ ബ്രാഞ്ച് ലോക്കൽ ഏരിയ തലത്തിലെ നേതാക്കൾ കൈവിട്ടു പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു നേതാവിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു കാലം CPM ഉണ്ടായിരുന്നു. ഇന്നെന്താണ്? ഇന്ന് എല്ലാവരും അവരവരുടേതായ ഒരു ഇടം ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയും. ഇപ്പൊ വടക്ക് ഭാഗത്താണ് CPM നേതാക്കളെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കണ്ണൂര് പിണറായി ആണെങ്കിലും LDF മുൻ കൺവീനർ ആണെങ്കിലും ഇപ്പോഴത്തെ കൺവീനർ ആണെങ്കിലും പാർട്ടി സെക്രട്ടറി ആണെങ്കിലും പ്രമുഖരായ ജയരാജന്മാരാണെങ്കിലും ഒക്കെ അവിടെ തന്നെ കേന്ദ്രീകരിച്ചിരിക്കുന്നു. നോക്കൂ, തെക്കൻ ജില്ലകളിൽ പാർട്ടിയുടെ സാധാരണക്കാരായ മൂന്നാം നിരയിലുള്ള നേതാക്കളെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു സിംഗിൾ സംവിധാനം, ഏകശില സംവിധാനം എന്ന നിലയ്ക്ക് VS അച്യുതാനന്ദനില്ല, ആനത്തലവട്ടം ആനന്ദിനെ പോലുള്ള CHUക്കാരില്ല, അതുപോലെ G സുധാകരനെ പോലുള്ളവരില്ല, ഒരുപാട് പേരില്ല. അങ്ങനെ വരുമ്പോൾ ആര് നിയന്ത്രിക്കും എന്നുള്ള ഘട്ടം വരുമ്പോഴാണ്, നിയന്ത്രിക്കാൻ ആളില്ലാതെ വരുമ്പോൾ സ്വയം അങ്ങ് പുറത്തു വരികയാണ്. ഇതിനെ പൊട്ടിത്തെറി എന്ന് ഞാൻ വ്യാഖ്യാനിക്കില്ല. കാരണം ഇത് പൊട്ടിത്തെറിയല്ല, ഇത് പാർട്ടിയിലെ പ്രവർത്തകര് അവർ നീർ നിൽക്കുകയാണ്. അങ്ങനെ നീറി പുകയുന്നത് ഈ പാർട്ടിക്ക് വലിയ കഷ്ടമാണ്. പൊട്ടിത്തെറിച്ചങ്ങ് പോകും. ഇപ്പൊ നമ്മുടെ മംഗലപുരം ഏരിയ സെക്രട്ടറി അദ്ദേഹം പുറത്തു പോയി, നേരെ മറിച്ച് നീരിട്ട് പോയി നിൽക്കുകയാണെങ്കിലോ അത് വലിയ പ്രശ്നം വരും. VS അച്യുതാനന്ദൻ നമ്മുടെ മാരാരിക്കുളത്ത് തോറ്റ കഥ അറിയാമല്ലോ, അതുപോലെ തോൽക്കും. അപ്പൊ അങ്ങനത്തെ അതാണ് ഈ പാർട്ടിയെ ഗ്രസിക്കാൻ പോകുന്ന ഒരു കാര്യം. അങ്ങനെയുള്ള ആ ഗ്രസിക്കാൻ പോകുന്നു എന്ന് പാർട്ടി തിരിച്ചറിഞ്ഞത് വൈകിപ്പോയി. ഇപ്പൊ നമുക്ക് പാലക്കാട് അവസാനത്തെ ഉദാഹരണം മാത്രം എടുക്കുന്നുള്ളൂ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ നയം എന്തായിരുന്നു? പാർട്ടിയുടെ അജണ്ട എന്തായിരുന്നു? ഏത് വിഷയമാണ് പാർട്ടി ജനങ്ങൾക്കായിട്ട് കൊണ്ടുവന്നത്? ഭരണ നടപടിയല്ലല്ലോ, ഭരണ നേട്ടങ്ങളല്ലല്ലോ. ആദ്യം കൊണ്ടുവന്ന എന്താണ്? BJP കോൺഗ്രസ് ഡീൽ. ആർക്ക് വേണം? ഏത് ജനത്തിന് വേണം ഡീല്? അവർ പരാജയപ്പെട്ടു. പിന്നെ കൊണ്ടുവന്ന കഥകളൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ ഇത് കേട്ട പാർട്ടിയുടെ അണികൾക്ക് അവർക്ക് വിശ്വാസം പോയി. അതായത് ഒരു ഏരിയ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലോക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പാർട്ടി പഠിപ്പിച്ചത് ഏറ്റു പറഞ്ഞു വന്നവരാണ്. പാർട്ടി പഠിപ്പിച്ചത് ശരിയോ തെറ്റോ എന്നുള്ള വേറെ കാര്യം. EMS AV ആര്യനും പഴയ കാലത്ത് അവർ തർക്കിച്ചപ്പോൾ EMS ഒരു തെറ്റിദ്ധാരണാപരമായ പ്രസംഗം നടത്തി, തൃശ്ശൂർ വെച്ചിട്ടാന്ന് തോന്നുന്നു. അതായത് ട്രോട്സ്കി പറഞ്ഞൊരു വിഷയം അത് ലെനിന്റേതാക്കിയിട്ട് EMS അവതരിപ്പിച്ചുവെന്നും അത് വായനാശീലമുള്ള ആര്യൻ നമ്പൂതിരി എതിർത്തുവെന്നും ഒരു വാർത്ത ഉണ്ടായിരുന്നെന്ന്. അപ്പൊ അങ്ങനെ വരുമ്പോൾ രണ്ട് നമ്പൂതിരിമാര് വേണ്ടല്ലോ പാർട്ടിയിലെ എന്ന് ചിന്തിച്ചുവെന്നും അങ്ങനെ ആര്യം പുറത്തു പോയെന്നൊക്കെയാണ് കഥകള്. എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ ഏത് കാലത്താണെങ്കിലും CPM അവരുടെ പ്രത്യയശാസ്ത്രത്തിന്റെ ഒരു പുതപ്പിങ്ങോട്ട് എടുക്കും. എന്നിട്ട് കാണിക്കുന്നൊക്കെ എന്താ? ഇപ്പൊ നോക്കൂ, പാലക്കാട്ട് അവർക്ക് എന്ത് ശാസ്ത്രം ഉണ്ടായിരുന്നത്? പാലക്കാട്ട് അവർക്ക് എന്ത് നയമാണ് ഉണ്ടായിരുന്നത്? ഇന്നലെ വരെ കോൺഗ്രസിൽ നിന്നൊരാള് ഇന്ന് വന്നിട്ട് പറയാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന്. അപ്പൊ ആ കമ്മ്യൂണിസ്റ്റുകാരനെ അവതരിപ്പിച്ചിട്ട് പാർട്ടി പറയാണ് മിസ്റ്റർ ക്ലിയർ എന്ന് പറയാണ്. തീർച്ചയായിട്ടും ഞാൻ തിരികെ എത്താം. ശ്രീകുമാർ, ഞാൻ തിരികെ എത്താം. ഈ പറഞ്ഞു വരുന്നത് തന്നെ ആ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആശയ തർക്കങ്ങളല്ല, അധികാരം പിടിക്കൽ മാത്രമാണ് വിഭാഗീയതയുടെ അടിസ്ഥാനമെന്ന് പുറത്തേക്ക് വരുമ്പോൾ അത് പാർട്ടിക്ക് നാണക്കേടായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ്. ആലപ്പുഴയിൽ നിന്നൊരു യുവ നേതാവ് ഇന്നലെ BJPയിലേക്ക് പോകുന്നു. അതെന്തിനാണ്? അത് അധികാരത്തിന് വേണ്ടിയല്ലേ എന്നുള്ളത് വ്യക്തമാണ്. അദ്ദേഹത്തിനെതിരെ കേസ് ഉണ്ടാവുന്നുണ്ട്, പരാതി വരുന്നുണ്ട്, പാർട്ടി നടപടിയെടുക്കുന്നുണ്ട്, തരം താഴ്ത്തുന്നുണ്ട്. അപ്പോ ഒറ്റയടിക്ക് പാർട്ടി വർഗീയ പാർട്ടിയായി അദ്ദേഹം BJPയിലേക്ക് പോയി. ഇങ്ങനെ കുറെ ആൾക്കാരെയാണ് പാർട്ടി വളർത്തി വലുതാക്കുന്നത്. ഇത്രയും വർഷം പാർട്ടി വളർത്തി വലുതാക്കിയവർ ഒറ്റ സെക്കൻഡിൽ ആ പദവി കിട്ടുന്നില്ല എന്നറിയുമ്പോൾ പാർട്ടി വിടുന്നു, പാർട്ടിയെ അവമതിപ്പുണ്ടാക്കുന്നു, പാർട്ടിയെക്കുറിച്ച് അവമതിപ്പ് പറയുന്നു. എന്നിട്ടും ഇതൊക്കെ പ്രാദേശിക പ്രശ്നമാണെന്ന് സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഈ പാർട്ടിക്ക് എന്ന് തോന്നുന്നു? എന്നോടാണോ? ശ്രീ NP ചേക്കുട്ടി. അല്ല, ഞാനിത് ഈ വിഷയത്തെ ഇപ്പോൾ സംഭവിക്കുന്ന ഒരു വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം കണ്ടിട്ട് കാര്യമില്ല. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലല്ല ഈ പാർട്ടി ഉണ്ടായത്. ഈ പാർട്ടിക്ക് ഒരു വലിയ ദീർഘചരിത്രമുണ്ട്. അപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഒരു ഐഡിയോളജിയിൽ കെട്ടിപ്പടുത്ത പാർട്ടിയാണ്. ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിൽ കഴിഞ്ഞ ഒരു 25 വർഷമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ പാർട്ടിയുടെ പൊളിറ്റിക്കൽ ഐഡിയോളജിക്ക് പകരം ഒരു ലീഡർഷിപ്പിനെ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ
ലീഡർഷിപ്പിനെ ഹീറോ വർഷിപ്പ് ചെയ്യുന്ന വ്യക്തിപൂജയിൽ അധിഷ്ഠിതമായ ഒരു പുതിയ രാഷ്ട്രീയം കേരളത്തിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ടായത്. അത് 90കളുടെ അവസാനം മുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ ഈ ഇരട്ടച്ചങ്കൻ തുടങ്ങിയ ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരു നേതാവിന് ഇരട്ടച്ചങ്കൻ, മുച്ചങ്കൻ, അങ്ങനെയുള്ള കൂട്ടുമുന്നണി ചങ്കൻ ഇതൊന്നും ഒരിക്കലും പറഞ്ഞിരുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാർ സഖാവേ എന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും, പിന്നെ EMS അടക്കമുള്ള ആളുകൾ, താഴെയുള്ള അണികളായാലും ശരി, അണികൾ EMSനെയും സഖാവ് EMS എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സാഹോദര്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പാർട്ടി, സോഷ്യലിസത്തിന്റെ വിശ്വാസത്തിൽ കെട്ടിപ്പടുത്ത ഒരു പാർട്ടി, തുല്യതയുടെ രാഷ്ട്രീയത്തിൽ കെട്ടിപ്പടുത്ത ഒരു പാർട്ടി, ആ പാർട്ടി ഇന്ന് സംഭവിച്ചത് എന്താ? ഈ പാർട്ടി യഥാർത്ഥത്തിൽ മറ്റേത് ബൂർഷ്വാ പാർട്ടിയെയും പോലെ നേതാവിനെ ബഹുമാനിക്കുകയും നേതാവിനെ ആരാധിക്കുകയും നേതാവിനെ പാടിപ്പുകഴ്ത്തുകയും അദ്ദേഹം കാരണഭൂതനാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന പഴയ ഫ്യൂഡൽ രീതിയിലേക്ക് പോയതാണ് യഥാർത്ഥത്തിൽ ആദ്യത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം സംഭവിച്ചിരിക്കുന്നത് പിന്നെ പാർട്ടിക്കകത്ത് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ കണ്ടന്റിന് പകരം അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കയ്യിൽ വിടും, എന്തെങ്കിലും കാര്യസാധ്യങ്ങളുണ്ടാവും, നേട്ടങ്ങളുണ്ടാക്കും, അതിന് നേതാക്കന്മാരെ മസിൽ പിടിക്കണം, നേതാക്കന്മാരുടെ പിന്നെ ആളുകളായിട്ട് വരണം. ഈ തരത്തിലുള്ള തികഞ്ഞ വിഭാഗീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ശൈലി, അത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഒരു 10-25 കൊല്ലക്കാലം കൊണ്ട് പാർട്ടിയിൽ വ്യാപകമായി വന്നതാണ്. ഇപ്പം എന്ത് സംഭവിച്ചു? രണ്ട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾ ക്രെഡൻഷ്യൽ റിപ്പോർട്ട് എടുത്ത് നോക്കും. ക്രെഡൻഷ്യൽ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 10-20 വർഷത്തിനിടയിൽ പാർട്ടിയിൽ വന്ന ആളുകളാണ് ഇന്ന് ഈ പാർട്ടിയിൽ ഏതാണ്ട് 90% ആളുകളും യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട പാരമ്പര്യമുള്ള നേതാക്കളെ പൂർണ്ണമായിട്ടും വെട്ടിനിരത്തി. 75 വയസ്സ് കഴിഞ്ഞാൽ പാർട്ടി പ്രവർത്തനം പാടില്ല എന്ന് പറഞ്ഞാൽ ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് അങ്ങനെ സംഭവിക്കുക? പാർട്ടി എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂറ്റിയാണ്, ഒരു ഐഡിയോളജിയുടെ, പൊളിറ്റിക്കൽ പ്രോഗ്രാമിന്റെ, പൊളിറ്റിക്കൽ തിങ്കിങ്ങിന്റെ, ഒരു പൊളിറ്റിക്കൽ ട്രഡീഷന്റെ കണ്ടിന്യൂറ്റിയാണ്. അതെല്ലാം വെട്ടിനിരത്തിക്കൊണ്ട് പുതിയ ആളുകൾക്ക് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പുതിയ ആളുകൾക്ക് അധികാരമോഹവും സാമ്പത്തിക മോഹങ്ങളും മാത്രമായി കഴിഞ്ഞാൽ ഈ ദുരന്തം സംഭവിക്കും. ഇപ്പൊ ഇതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, സെക്രട്ടറി പറയുന്നത്, ഇതിനെല്ലാം ഞങ്ങൾ ശരിപ്പെടുത്തി കളയാം, ഇത് ഇത്തരത്തിലുള്ള സംഗതി നടക്കാൻ ഇത് മാത്രമേ നടക്കുള്ളൂ. കാരണം ജനറൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ യഥാർത്ഥത്തിൽ ഈ ജീർണതയുടെ ഭാഗമാണ്. ഈ ജീർണതയെ പ്രോത്സാഹിപ്പിക്കുന്നത് അങ്ങനെയുള്ള ആളുകളാണ്. സ്വാഭാവികമായിട്ടും ഈ പാർട്ടി വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയാണ്. അത് തിരുത്തണമെങ്കിൽ യഥാർത്ഥത്തിൽ അടിയിലല്ല മുടിയിലാണ് തിരുത്തേണ്ടത്, നേതൃത്വത്തിലാണ് തിരുത്തേണ്ടത്. നേതൃത്വം ശക്തമായിട്ടൊരു സ്വയം വിമർശനമായിട്ട് ആലോചിക്കണം. ഞങ്ങൾ ചെയ്തിരിക്കുന്ന നിലപാടിൽ ശരിയാണോ? ഞങ്ങൾ ഈ പാർട്ടിയിൽ കൊണ്ടുവന്ന നയങ്ങൾ ശരിയാണോ? ഞങ്ങൾ ഈ പാർട്ടിയിൽ ഏറ്റവും കരുത്തരായ ചിന്താശീലരായിട്ട് ആളുകൾ MN വിജയൻ മുതൽ എത്ര ആളുകളാണ് അടിച്ച് പുറത്താക്കിയത്? അവരെന്ത് കാര്യത്തിന്റെ പേരിലാണ് അവർ പാർട്ടിയിൽ നിന്ന് പുറത്തു കളഞ്ഞത്? യഥാർത്ഥത്തിൽ പാർട്ടിയുടെ ചിന്താശേഷിയുള്ള ആളുകൾ, പാർട്ടിയുടെ ഇന്റലക്ച്വൽ വിങ്ങിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, പാർട്ടിയുടെ സൈദ്ധാന്തിക തലങ്ങളിൽ പ്രവർത്തിക്കുന്ന, പാർട്ടിയെ സാംസ്കാരിക രംഗത്ത് എല്ലാവരെയും വെട്ടിനിരത്തി. അപ്പം അങ്ങനെ വെട്ടിനിരത്തിയതിന് പകരം ഈ നാണയത്തൊട്ടിന്റെ ഐഡിയോളജി മാത്രം അറിയുന്ന ആളുകൾ, നാണയത്തൊട്ടിന്റെ അധികാരത്തിന്റെ ഐഡിയോളജി മാത്രം അറിയുന്നില്ല, അങ്ങനെയുള്ള ആളുകളെ മേലോട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ആ ദുരന്തമാണ് ഇന്ന് സംഭവിക്കുന്നത്. അത് തിരുത്തണമെങ്കിൽ പാർട്ടി അതിന്റെ അടിത്തട്ടിലേക്ക് തിരിച്ചു പോകണം, പാർട്ടി അതിന്റെ ഐഡിയോളജിയിലേക്ക് തിരിച്ചു പോകണം, രാഷ്ട്രീയമായിട്ടുള്ള പ്രബുദ്ധതയിലേക്ക് തിരിച്ചു പോകണം. അതിന് നേതാക്കന്മാരാണ് സ്വയം തിരുത്തേണ്ടത്, അണികളല്ല. യെസ്, തീർച്ചയായും. ശ്രീ CR നീലകണ്ഠൻ, നേരത്തെ മധു മുല്ലശ്ശേരി സംസാരിച്ചോ, താങ്കൾ കേട്ടല്ലോ. അതായത് അത് ഇപ്പൊ ഏറ്റവും റീസെന്റ് എപ്പിസോഡ് 88 തൊട്ട് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന, ഏരിയ സെക്രട്ടറി ഒക്കെ ആയിരുന്ന ഒരാളാണ് പറയുന്നത്. അപ്പോഴും ഇവരൊക്കെ പാർട്ടിക്കകത്ത് നിന്ന് പോയി എവിടേക്കാണ് പോകുന്നത്, ഇതൊക്കെ അധികാരമോഹമല്ലേ എന്ന് ശ്രീ റെജി ലൂക്കോസ് പറയുന്നു. CPM അനുയായികൾക്കും CPM പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും ഒക്കെ എങ്ങനെയാണ് അത് പറയാൻ കഴിയുക? ഇത്ര വർഷം ഈ പാർട്ടി തന്നെ ഇവരെ വളർത്തുമ്പോൾ, നേരത്തെ ശ്രീ NP ജയക്കുട്ടി പറഞ്ഞതുപോലെ ജീർണത ഉണ്ടായിരിക്കുന്നത് വളർത്തിയ ആൾക്കാർക്കാണ്, അല്ലെങ്കിൽ നേതൃത്വത്തിനാണെന്ന് പച്ചയ്ക്ക് തന്നെ പറയണം. ഇതൊന്നും നേതൃത്വം അറിയാണ്ട് നടക്കുന്നതല്ല ഈ ജീർണതകളൊന്നും. ഈ പ്ലക്കാർഡും ഉയർത്തി പ്രതിഷേധിക്കാൻ ആൾക്കാർ ഇറങ്ങുമ്പോൾ ഇവർക്കെതിരെയൊക്കെ നേരത്തെ ആരോപണം വന്നിട്ടുണ്ട്. അവരെല്ലാം വീണ്ടും പ്രധാനപ്പെട്ട പദവികൾ കൊടുത്ത് കുത്തി നിറച്ചു വെച്ചിരിക്കുകയായിരുന്നു. അസംതൃപ്തി ഒരു വശത്ത് നിന്ന് ഈ അറ്റം വരെ പുകയുന്നു, പൊട്ടിത്തെറി ഉണ്ടാകുന്നു. സ്വാഭാവികം. എവിടെയാണ് തിരുത്തേണ്ടത്? താഴെത്തട്ടിലോ മുകളിലോ? അല്ല, തിരുത്തേണ്ടത് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, അത് പാർട്ടിയാണ് പറയേണ്ടത്. പാർട്ടിക്ക് അത് പറയാൻ പറ്റില്ല. കാരണം റെജി ലൂക്കോസിനെ പോലെ ക്യാപ്സ്യൂൾ ഇങ്ങനെ ഈ പാർട്ടിക്ക് പലരും പോയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന ആളുകൾ, എനിക്ക് എന്റെ സുഹൃത്ത് റെജി ലൂക്കോസിനോട് പറയാനുള്ളത്, ഈ പാർട്ടിക്ക് കുഴപ്പമുണ്ടെന്ന് പാർട്ടിക്ക് അകത്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ കഴിയണമെന്നുള്ളത് ഞങ്ങളോട് പറയണ്ട, മാധ്യമങ്ങളിൽ വന്ന് പറയണ്ട. പാർട്ടി കുഴപ്പത്തിലാണ് എന്ന് അദ്ദേഹം കരുതുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് എന്റെ സുഹൃത്തിന് വേണ്ടി ഞാൻ ഉപദേശിക്കുകയാണ്, വേറെ ഒന്നുകൊണ്ടല്ല. ഇത് ഇത്തരം ക്യാപ്സ്യൂളുകൾ കൊണ്ട് പിടിച്ചു നിർത്താൻ കഴിയുന്ന അർത്ഥത്തിൽ ഉള്ള ഒരു പാർട്ടി അല്ല ഇപ്പൊ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് MV രാഘവൻ പുറത്തു പോയപ്പോഴും AR ഗൗരിയമ്മ പുറത്തു പോയപ്പോഴും ഒക്കെ നമ്മൾ കണ്ടത് പാർട്ടി വേറൊരർത്ഥത്തിൽ, പാർട്ടി താഴെ തട്ടിൽ
ഉറച്ചു നിൽക്കുന്ന. കാരണം എന്താ, അവിടെ നിൽക്കുന്ന ബാക്കി നേതാക്കന്മാരിൽ അടിയുറച്ച വിശ്വാസവും അവർ ഈ രാജ്യത്തെ വിപ്ലവത്തിലേക്ക് നയിക്കും എന്ന വിശ്വാസവുമാണ്. ഇന്ന് ഈ രാജ്യത്തെ ഏതെങ്കിലും മാറ്റത്തിലേക്ക് നയിക്കും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു നേതാവ് പോലും ഈ പാർട്ടിയിൽ ഇല്ല. മുതലാളിത്തം അതേപോലെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഇത് ഒരു പുതിയ അനുഭവമൊന്നുമല്ല എനിക്ക്. കാരണം വെച്ചാൽ ലോകത്ത് പല രാജ്യങ്ങളിലും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, സോവിയറ്റ് യൂണിയനിൽ ഗോർബച്ചോവ് അമേരിക്കൻ ചാരനാണെന്ന് പറഞ്ഞു, അതോടൊന്നുണ്ടായി അവസാനം പിന്നെ യാതൊന്നും ബാക്കിയില്ല, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. അതുപോലെ തന്നെയാണ് ഇപ്പൊ ബംഗാളിൽ നമ്മൾ കണ്ടത്. ഞാൻ പറഞ്ഞത് അല്ല, ഇതൊന്നും അങ്ങനെ പോലുമല്ല, ഇതൊന്നും പുറത്തു പോലും പറയാൻ പറ്റുന്നില്ല, അങ്ങനെ പുറത്തു പോലും പറയാൻ പറ്റാത്ത കേസുകളൊക്കെയാണ്. അല്ല ഞാൻ പറഞ്ഞത്, അല്ല ബംഗാളിൽ ഇതുപോലെയൊക്കെ ഉണ്ടായിരുന്നു. ബംഗാളിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ വീട് നാട്ടുകാർ തീ വെക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്താ കാര്യം? അവരുടെ അധികാരം നഷ്ടപ്പെട്ടോടുകൂടി അവരില്ലാതെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. ഇന്നൊരു MLA പോലും ബംഗാളിലില്ല. 3-2 ഭൂരിപക്ഷത്തോടെ ഒറ്റയ്ക്ക് ഒരു പാർട്ടി ഭരിച്ച് 35 വർഷം ഭരിച്ച സ്ഥലമാണ്. അതുകൊണ്ടാണ് നേരത്തെ ശ്രീകുമാർ പറഞ്ഞ രണ്ടാം ഭരണം. കേരളത്തിൽ അത്രയൊന്നും പോണ്ടി വരില്ല. കാരണം എന്താ വെച്ചാൽ കേരളത്തിൽ ഇതിൽ കറക്ഷൻ വേണമോ, ഞങ്ങളുടെ പാർട്ടി എല്ലാം ശരിയാണ് ചെയ്യുന്നത് എന്നോ, ഇനി ഞങ്ങൾ ഇത് ശരിയാക്കാൻ കഴിയുമെന്നോ പറയണമെങ്കിൽ ആദ്യം അപർണ ചോദിച്ച ചോദ്യത്തിന് മുകളിൽ നിന്ന് തന്നെ കറക്ഷൻ ആവശ്യമായി വരും. അങ്ങനെ മുകളിൽ നിന്ന് കറക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥ ഇന്ന് പാർട്ടിക്കുണ്ടോ? അങ്ങനെ ഒരു ശേഷിയുള്ള നേതൃത്വമുണ്ടോ? നിസ്വാർത്ഥമായിട്ടാണ് നിൽക്കുന്നത് എന്ന് പറയാൻ കഴിയുന്ന ഒരു നേതൃത്വം ഈ രാജ്യം, അതാ പറഞ്ഞേ, ജനങ്ങളിൽ വിശ്വാസം കിട്ടണമെങ്കിൽ. അപ്പൊ കോൺഗ്രസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ സമൂഹത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തും കോൺഗ്രസിന് അവർക്കൊന്നുമില്ല. അന്നന്ന് കാലത്തെ അതത് കാലത്തെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസ് നിൽക്കുന്നത്. അത് എല്ലാ കാലത്തും അങ്ങനെയാണ്. ഒരു ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടി നമ്മൾ പറയുന്നത് അങ്ങനെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അതത് കാലത്തെ അവസ്ഥകളെ നേരിടാൻ കഴിയുന്ന തരത്തിൽ പാർട്ടിയെ നവീകരിക്കുക, പാർട്ടിയെ മാറ്റുക. ഇപ്പോ 1991 കോൺഗ്രസ് അല്ല 2011 വന്നപ്പോൾ അതല്ല ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വേറെ തരത്തിൽ വരുന്നു. അത് നല്ലതോ ചീറ്റോ എന്നൊക്കെ നമുക്ക് തർക്കിക്കാം. പക്ഷേ അങ്ങനെ ഒരു പുതിയ ഒരു ലക്ഷ്യം ഈ പാർട്ടിക്ക് കൊടുക്കാൻ അടുത്ത ഭരണപ്പിടിക്ക് ഇപ്പോ ചേലക്കരയിൽ കുറച്ച് വോട്ടിന് ജയിച്ചപ്പോൾ ഉടനെ പറഞ്ഞ എന്താ 3ാം ഭരണം കിട്ടാൻ പോകുന്നതാണ് പാർട്ടിയുടെ പ്രത്യേക നിലപാട്. ഇതാണോ ഒരു പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് അധികകാലം മുമ്പോട്ട് പോകാൻ പറ്റില്ല. തീർച്ചയായും. ശ്രീ റെജി ലൂക്കോസ്, ബാക്കിയെല്ലാം വിട്ടേക്ക്, പാലക്കാട് മാത്രം എടുക്കുക. പാലക്കാട് പെട്ടി വിവാദം വരുന്നു. EN സുരേഷ് ബാബു പറയുന്നതല്ല, NN കൃഷ്ണദാസ് പറയുക. സരിന്റെ സ്ഥാനാർത്ഥിത്വം വരുന്നു, അതിലും ഒരാൾ പറയുന്നതല്ല മറ്റൊരാൾ പറയുക. സന്ദീപ് വാര്യർ ആദ്യം BJP-യിൽ പ്രശ്നമുണ്ടായപ്പോൾ സന്ദീപ് വാര്യർ വളരെ നല്ല മനുഷ്യനായിരുന്നു AK ബാലനെ സംബന്ധിച്ചിടത്തോളം. അതിനുശേഷം സന്ദീപ് വാര്യർ കാളകൂട വിഷവും കാളിയനൊക്കെയായി മാറി. അങ്ങനെ പാർട്ടിയിലെ നേതാക്കന്മാർ പലത് പറയുക, ഒരേ വിഷയത്തിൽ തന്നെ പലത് പറയുക, ആ തരത്തിലുള്ള ഇടപെടലുകളും പ്രസ്താവനകളും നടത്തിക്കൊണ്ടിരിക്കുക. ഒരു എവിടെയാണ് കൃത്യമായി പറയാൻ തന്നെ ഒരാളുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു വിഷയം പോലും ഉണ്ട് പാർട്ടിക്കകത്ത്. പാർട്ടിക്ക് കൃത്യമായി അജണ്ടയുണ്ടോ എന്നുള്ളതല്ല, കൃത്യമായ ഒരു അഭിപ്രായമെങ്കിലും ഉണ്ടോ, കൃത്യമായ ഒരു നിലപാടെങ്കിലും ഉണ്ടോ? അല്ല, പിന്നെ പ്രിയപ്പെട്ട CR പോലുള്ളവര് CPM നന്നായി മുന്നേറണമെന്നുള്ള ഉള്ളിൽ ആഗ്രഹമുള്ളതുകൊണ്ടാണ് അദ്ദേഹം വിമർശിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തിനോട് വ്യക്തിപരമായിട്ട് ഇഷ്ടമുള്ളതാണ്. അതൊക്കെ അതിന്റെ സെൻസിൽ ഞാൻ എടുക്കുന്നു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, CPM-നെ പോലെ ഏകീകൃതമായിട്ടുള്ള ഒരു സംഘടനാ ചട്ടക്കൂടുള്ള ഒരു പാർട്ടിയെ നിങ്ങൾക്ക് വേറെ കാണിച്ചു തരാൻ പറ്റും. ഞങ്ങളുടെ പാർട്ടിയിലെ നേതാക്കന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെന്നൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ്. മാനുഷികപരമായ രീതിയിലുള്ള വാക്കുകളൊക്കെ ചിലപ്പോൾ വരുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതെല്ലാം തിരുത്തിയ പാർട്ടി മുന്നോട്ട് പോകുന്നത്. അതിനാ ഞാൻ ഒന്നുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞത്. ഇപ്പൊ ഈ CR പറഞ്ഞാൽ ഒരു കാര്യത്തിലുള്ള മറുപടി പറയാം. ബംഗാളിലെ കാര്യത്തില് ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് മമതാ ബാനർജി വെളിപ്പെടുത്തിയ ഒരു വലിയ വാർത്തയുണ്ടായിരുന്നു. കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ഒന്ന് റിപ്പോർട്ട് ചെയ്തു, ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അവരെന്താ പറഞ്ഞത്? നന്ദിഗ്രാം എന്ന് പറയുന്ന വിഷയം ഞങ്ങൾക്ക് അധികാരത്തിലെത്താൻ വേണ്ടി, അതായത് അവരുടെ പാർട്ടിക്ക് തൃണമൂൽ കോൺഗ്രസിന് അധികാരത്തിലെത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തൊരു സമരമാണ്, അത് ഞങ്ങൾ ഗുണം ചെയ്തെന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ CPM കാലങ്ങളായിട്ട് ഈ പച്ചക്കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ചില നിലപാടുകൾ എടുക്കുകയും അത് മാധ്യമങ്ങൾ കൊട്ടിപ്പൊഴിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ, ഒറ്റ വാക്ക് മാത്രം. ഇപ്പൊ ഈ വരുന്ന പ്രതിഷേധവും പുറത്ത് നടക്കുന്ന അടിയും അല്ലെങ്കിൽ പ്ലക്കാർഡും ഒന്നും ഉയർത്തിപ്പിടിക്കുന്നത് മാധ്യമങ്ങളല്ല, കോൺഗ്രസുകാരല്ല, BJP-ക്കാരല്ല, അതൊക്കെ CPM തന്നെയാ. അല്ല, ഞാൻ ആ കാര്യത്തിൽ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിയില്ലല്ലോ. ഞാൻ ഒരു ചരിത്ര വസ്തുത കൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഏതാനും മാസങ്ങൾക്ക് മമതാ ബാനർജി വെളിപ്പെടുത്തിയത് ദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ വാർത്തയായിരുന്നു. ഞാൻ പറഞ്ഞത് ഇപ്പൊ കേരളത്തില് ആദ്യമായിട്ടുള്ള ഇങ്ങനത്തെ ചെറിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാകുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് കേരളത്തിൽ CPM ചരിത്രത്തിൽ ആദ്യമായിട്ട് എന്തോ സംഭവിച്ചു, നാളെ മുതൽ CPM ഷട്ടർ ഇടുക എന്നുള്ള ഇതിലേക്ക് നിങ്ങൾ സംസാരിക്കുന്നത്. അതാ പറഞ്ഞ നിങ്ങൾക്ക് CPM ആക്രമിച്ചെങ്കിലേ ഒന്ന് നിങ്ങൾക്ക് അതിനകത്ത് എന്താ പറയാ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടാൻ പറ്റുള്ളതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇങ്ങനെ ആക്രമിക്കുന്നത്. നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല.
ഞങ്ങൾ ഒരിക്കലും മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തില്ല. മാധ്യമങ്ങളുടെ തെറ്റായ രീതിയിലുള്ള ദുർവ്യാഖ്യാനങ്ങളെയും അസത്യപ്രചരണങ്ങളെയും ഞങ്ങൾ അല്ല, ഇപ്പൊ ഉണ്ട് ഈ 2 ദിവസം ഈ 48 മണിക്കൂറുള്ള അസത്യ പ്രചാരണം എന്തായിരുന്നു? അല്ല, ഈ ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടതടക്കം മാധ്യമങ്ങൾ ഇതിനകത്ത് ഈ 48 മണിക്കൂർ എന്ത് അസത്യ പ്രചാരണം ഉണ്ടായി? ഇതൊക്കെ പാർട്ടി പ്രവർത്തകർ പുറത്തിറങ്ങി നിന്ന് വിളിച്ചു പറയുന്ന കാര്യങ്ങളല്ലേ? മാധ്യമങ്ങൾ എന്ത് പറഞ്ഞു? നിങ്ങൾ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്നത് പരസ്യമായിട്ട് വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തൊരു നേതാവുണ്ടല്ലോ കേരളത്തിൽ, BJP-യുടെ. നിങ്ങൾ അതൊരു ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ടോ? കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ കൈകാര്യം ചെയ്യും, ഞങ്ങൾ അവിടെ വന്ന് കൈകാര്യം ചെയ്യുന്ന ഇന്നും പറഞ്ഞു ആവർത്തിച്ചു. അങ്ങനെ പറഞ്ഞ നിങ്ങൾക്ക് ആ നേതാവിന്റെ ആ പാർട്ടിക്കെതിരെ ഒരു പാലക്കാട് ശ്രീ NN കൃഷ്ണദാസും പറഞ്ഞു അതിനെ മോശമായിട്ടുള്ള ചില കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത്. ശ്രീ റെജി ലൂക്കോസ് അത് കേട്ടായിരുന്നോ? ഇതേപോലെ തന്നെ പറഞ്ഞു. ആരും ആർക്കും മേലെയും താഴെയൊന്നും അല്ല, എല്ലാവരും ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാ. അല്ലത് നിങ്ങൾ NN കൃഷ്ണദാസിനെ നിങ്ങൾ എന്തെല്ലാം വാർത്ത ചമച്ച് നിങ്ങൾ ചർച്ച നടത്തി, എന്നിട്ട് എന്തുകൊണ്ടാണ് മാധ്യമങ്ങളെ നിങ്ങളുടെ ഓഫീസിൽ വന്ന് കൈകാര്യം ചെയ്യും? നിങ്ങളെ വെറുതെ വിടില്ലാന്ന് ഭീഷണിപ്പെടുത്തിയ നേതാവിനെ നിങ്ങൾ എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത്? ഞങ്ങൾ അതൊക്കെ വാർത്ത കൊടുക്കുന്നുണ്ട്, അതും വാർത്ത കൊടുക്കുന്നുണ്ട്. ഇതൊന്നും വാർത്ത കൊടുക്കാണ്ട് പോകുന്നില്ല. അതൊക്കെ ഹെഡ്ലൈൻ ആയിട്ട് തന്നെ കൊടുത്ത വാർത്തയാണ്. അല്ല, നിൽക്കൂ, നിങ്ങൾ NN കൃഷ്ണദാസിന്റെ വായിൽ വന്നൊരു ഉദാഹരണത്തിന്റെ പേരിൽ നിങ്ങളെ കൈകാര്യം ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല NN കൃഷ്ണദാസ്. ഇത് നിങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഭീഷണി കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു രാഷ്ട്രീയ ഞാൻ ഈ പറയുന്ന വിഷയത്തിൽ നിന്ന് താങ്കൾ വ്യതിചലിച്ചു പോവുകയാണ്. BJP-ക്കാര് ഞാൻ പറഞ്ഞല്ലോ, അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു. പക്ഷെ അതല്ല CPM-ന് സംഭവിക്കുന്നത് എന്നുള്ളതിന്റെ ഉത്തരം മാധ്യമങ്ങളോടുള്ള നിലപാടല്ല. CPM-നെ വിമർശിക്കാൻ ഞങ്ങൾ ആരും നിങ്ങളോട് എതിര് പറയുന്നില്ലോ. നിങ്ങൾക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങളുടെ പാർട്ടി ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ടാണല്ലോ ഒരു പരിധിവരെ നിങ്ങൾക്ക് മാധ്യമ സ്വാതന്ത്ര്യം പോലെ കിട്ടുന്നത്. ഇപ്പൊ BJP-യുടെ പ്രസിഡന്റിനെ പോലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പോലും അവസരം കിട്ടത്തില്ല ഇവിടെ. അത് നിങ്ങൾ മാനിക്കുന്നില്ല. പിന്നെ CPM-നകത്ത് അതുകൊണ്ട് പറയാം, എന്നത് സംസാരിക്കാൻ നോക്കൂ. CPM-നകത്ത് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിച്ച് കർശന നടപടി സ്വീകരിക്കാനുള്ള ചങ്കൂറ്റുള്ള പാർട്ടിയാണ് CPM. സംസ്ഥാന സെക്രട്ടറി തന്നെ അത് പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളെ എല്ലാം അറിയിച്ചുകൊണ്ടല്ലേ, നിങ്ങളെ എല്ലാം കൺമുമ്പിലുള്ളല്ലേ അതേ കാര്യങ്ങൾ നടപടി സ്വീകരിക്കാൻ അകത്തേക്ക് പോയത്? നിങ്ങളുടെ മുഖം മറിച്ചല്ലോ, അദ്ദേഹം മറുപടി പറഞ്ഞില്ലേ? പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞാൽ ഉടനെ നടപടി കർശനമായിട്ട് വരുന്ന നടപടി സ്വീകരിക്കും. അത് തിരുത്താൻ പറ്റുവാണ് തിരുത്തും, ഇല്ലെങ്കിൽ ഏതാണോ നടപടി ആ കർശനമായ നടപടി പാർട്ടി എടുക്കും. അതുകൊണ്ട് മധു മുല്ലശ്ശേരിയുടെ ശ്രീ റെജി ലൂക്കോസ്, ബിപിൻ സി ബാബുവിനെ താങ്കൾ പറഞ്ഞു. മധു മുല്ലശ്ശേരിയുടെ ഫോൺ സംഭാഷണവും താങ്കൾ കേട്ടല്ലോ. താങ്കൾ ഇരിക്കുമ്പോഴാണല്ലോ ഞാൻ വിളിച്ചത്. അദ്ദേഹം പുറത്തിറങ്ങുന്നു, അദ്ദേഹം പാർട്ടിക്കെതിരെ പറയും, ഞാൻ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വേറെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയിട്ട് CPM-നെതിരെ പറഞ്ഞു തുടങ്ങുന്ന ഒരാൾക്കെതിരെ എന്ത് നടപടിയെടുക്കും? അല്ല, മധു എന്ന് പറയുന്ന വ്യക്തിയുടെ സംസാരത്തിന് ഒരു സ്ഥിരതയുണ്ടായി. അപർണ തന്നെ പല കാര്യങ്ങൾ ചോദിച്ചിട്ടേ, വളരെ ചെറുപ്രായത്തിൽ തന്നെ പാർട്ടിയുടെ വലിയ പദവികളിൽ നിന്ന ആള് ആർത്തി മൂത്ത് 3-ാം വട്ടം കിട്ടാതെപ്പോഴത്തേക്കും ഒരു കാരണമില്ലാതെ ഒരു ആരോപണം തന്നെ കുറിച്ച് ഇല്ലെന്ന് ആ മനുഷ്യൻ തന്നെ പറയുന്നു. ആരോപണങ്ങളുടെ ആരെങ്കിലും ഞങ്ങളെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ മാറ്റി CPM-ന്റെ ഒരു പ്രോസസിംഗ് ആണ് സംഘടനാ തലത്തിലുള്ളവരെ മാറ്റുക, പുതിയ ആളുകളെ കൊണ്ടുവരിക എന്നുള്ളത്. 88 തൊട്ട് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നത് 88 തൊട്ട് 2024 വരെ പാർട്ടിയുടെ സുപ്രധാന പദവികളിൽ ഇരുന്ന ഒരാള് ഇനി അത് കിട്ടുകയില്ല എന്ന് പറഞ്ഞ് പാർട്ടിയെയും കുറ്റം പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നു. 1980 തൊട്ട് 2024 വരെ പാർട്ടി വളർത്തി വലുതാക്കിയ ആൾ. കുറ്റം മധു മുല്ലശ്ശേരിക്കോ വളർത്തിയ പാർട്ടിക്കോ? മധു മുല്ലശ്ശേരിക്ക് തന്നെ ഇത്രയും പദവികൾ കൊടുത്ത് അദ്ദേഹത്തിന് ഒരു ആദരപൂർവ്വമായി പാർട്ടി വളർത്തിക്കൊണ്ടിരുന്നപ്പോൾ ആ 3-ാം വട്ടം സെക്രട്ടറി ആകത്തില്ല എന്നൊരു തോന്നലിൽ അദ്ദേഹം പുറത്തു പോയെങ്കിൽ അദ്ദേഹം ഒരു ഡീൽ ആരോട് ഉറപ്പിച്ചിട്ടുണ്ട്. മറ്റെന്തോ പദവി അദ്ദേഹം 24 മണിക്കൂറിനുള്ളിൽ ഡീൽ ഉറപ്പിച്ച് പുറത്തു പോകാൻ നിൽക്കുന്നവരൊക്കെയാണോ പാർട്ടിയിലുള്ളത്? 2 ദിവസം മുമ്പ് ബിപിൻ സി ബാബു പോയി, നാളെ കഴിയുമ്പോൾ മധു മുല്ലശ്ശേരി പോകും, കുറച്ച് കഴിയുമ്പോൾ വേറെ ആരെങ്കിലും പോകും. ഇങ്ങനെയുള്ളവരൊക്കെയാണോ പാർട്ടി വളർത്തി വെച്ച് മുകളിലെ പദവികളെല്ലാം കൊടുത്ത് വളർത്തി വെച്ചിരിക്കുന്നതെന്ന് ശ്രീ റെജി ലൂക്കോസ് താങ്കൾക്ക് സ്വന്തമായിട്ട് തോന്നുന്നുണ്ടാവില്ലേ? അല്ല, ഇതുപോലെയുള്ള വഞ്ചകന്മാരുടെ മനസ്സ് നേടിയാലുള്ള യന്ത്രം ഏതെങ്കിലും ഭൂമിയിൽ നിന്നുവരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ വഞ്ചകന്മാരുടെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. AP അബ്ദുൾകുട്ടി പോയിട്ടുണ്ട്. MP രാഘവൻ കോഴിക്കോട് മുതലക്കുള മൈതാനത്തിൽ ഒരു പ്രകടനം നയിച്ച് ഒരു സമ്മേളന നേതാവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നിട്ട് ആര് പോയ കൂടുതൽ പോയി? ഇതൊക്കെ ചുമ്മാ നിങ്ങൾ ഇത്തരക്കാരുടെ മുമ്പിൽ മൈക്ക് വെക്കുന്നതിന്റെ ലജ്ജാകരമല്ലേ? തനിക്ക് 3-ാം വട്ടം സെക്രട്ടറി സ്ഥാനം കിട്ടുമായിരുന്ന മണത്തറിയോട് നാം പോവാണ്, നാം വേറെ പാർട്ടിയിലേക്ക് പോവാന്ന് പറഞ്ഞാൽ വഞ്ചിക്കുന്നവർ, ചതിക്കുന്നവർ, യാതൊരു മാനേഴ്സും ഇല്ലാതെ കൊണ്ട് രാഷ്ട്രീയ പാർട്ടിയെ വഞ്ചിച്ചവരുടെ കഥകൾ മറുപടി പറയുന്ന ലജ്ജാകരമല്ലേ? ശ്രീ N ശ്രീകുമാർ, പാർട്ടിയെ വഞ്ചിക്കുന്നവരൊക്കെയാണ് ഈ പുറത്തു പോകുന്നത്. അതെന്ത് ചെയ്യാൻ പറ്റും? പ്രത്യയശാസ്ത്രമില്ലാതെ വഞ്ചിച്ച് പുറത്തു പോകുന്നവരാണ്. 1, 2, 3 ഒക്കെയല്ല, എല്ലാം വഞ്ചകന്മാരാണ്. അതൊക്കെ പാർട്ടി വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. പാർട്ടി നടത്തുന്നത് ശുദ്ധീകരണമാണ്. വഞ്ചകരൊക്കെ പുറത്തു പോട്ടെ. 30-40 വർഷം പ്രധാന പദവികളിൽ നിന്ന് അതിനുശേഷം പുറത്തു പോട്ടെ. പാർട്ടിക്ക് മനസ്സ് വായിക്കാനുള്ള കഴിവില്ലല്ലോ, നേതൃത്വത്തിനും ആരുടെയും മനസ്സ് വായിക്കാനുള്ള കഴിവില്ലല്ലോ.
അല്ല നേതൃത്വം അല്ല ശ്രീ എൻ ശ്രീകുമാർ മറുപടി താങ്കൾ പറഞ്ഞതാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. അതായത് പാർട്ടിയിലെ വിശ്വാസവഞ്ചന നടത്തി എന്ന് ഇവര് പറയുമ്പോൾ ആരെ വിശ്വാസവഞ്ചന? അതായത് ചില പാർട്ടിയിലെ ചില നേതാക്കൾക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ പ്രശ്നക്കാരാകും. അപ്പൊ അവരെയാണ് പുറത്തു വിടുക. എന്നിട്ട് ഇപ്പൊ ഇവര് പറയുന്നത് എന്താണ്? സാമ്പത്തിക അഴിമതി. ഏത്? CPM-ലെ. അവർക്ക് ചിരി വരുന്നില്ല. CPM-ലെ സാമ്പത്തിക അഴിമതി എവിടുന്നാ തുടങ്ങുന്നത്? എന്നിട്ട് ഈ ലോക്കൽ ഏരിയ കമ്മിറ്റിയിൽ എന്ത് സാമ്പത്തിക അഴിമതി നടത്താനാ? എന്ത് സാമ്പത്തിക അഴിമതി നടത്തുന്നുണ്ടോ ഇല്ലെന്ന് നമുക്കറിയാൻ വയ്യ. ഉണ്ടെങ്കിൽ തന്നെ എത്രത്തോളം അതിന്റെ തോതുണ്ടാകും? ഈ സാമ്പത്തിക അഴിമതിയുടെ ഔന്നത്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതൊന്നും ഈ പാർട്ടിയിൽ ഇല്ലിപ്പോ. ഈ പാർട്ടിയിൽ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാല്, അതായത് ജില്ലാ തലം വരെയുള്ള നേതാക്കള് ഏതെങ്കിലും സംസ്ഥാന നേതാവിന്റെ താല്പര്യക്കാരായിരിക്കും. അപ്പൊ ഈ സംസ്ഥാന കമ്മിറ്റിയിൽ അവരുടെ സ്വാധീനം ഉറപ്പിക്കാൻ ഈ ജില്ലാ നേതാക്കളെ അവർ പോക്കറ്റിലാക്കും. ജില്ലാ നേതാക്കൾ അവർക്ക് സ്വാധീനമുള്ള ഏരിയകളിൽ അവർക്ക് ഇഷ്ടമുള്ള ഏരിയ സെക്രട്ടറിമാരെ എടുക്കും. അപ്പൊ ഏരിയ ഇന്നിപ്പോ ഈ നമ്മുടെ തിരുവനന്തപുരത്തുള്ള മംഗലപുരത്തുള്ള അദ്ദേഹം പറഞ്ഞ എന്താണ്? 3-ാം വട്ടം ഞാൻ പുറത്തു പോയി. ശരിയാണ്, 2 വട്ടം കഴിഞ്ഞാൽ 3-ാം വട്ടം വേണമെന്നൊക്കെ ചോദിക്കാം. പക്ഷെ 2 വട്ടം സെക്രട്ടറിയുടെ ആളെ 3-ാം വട്ടം പുറത്താക്കുമ്പോൾ അതിന്റെ കാരണം അദ്ദേഹത്തോട് പറയണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഇവര് പറയുന്നത് എന്താണ്? സാമ്പത്തികമായ ഒരുപാട് വിഷയങ്ങളുണ്ടെന്നാ. എങ്കിൽ അത് പരസ്യമായിട്ട് പത്രസമ്മേളനം നടത്തി ജില്ലാ സെക്രട്ടറി. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാർട്ടിയിലെ ഈ താഴേക്കിടയിലുള്ള നേതാക്കൾ, അതായത് ബ്രാഞ്ച്, ലോക്കൽ, ഏരിയ കമ്മിറ്റികളിലെ നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തെ വെല്ലുവിളിക്കാനുള്ള ശക്തി സംഭരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ ശക്തി അവർക്ക് സംഭരിക്കാൻ കാരണം പാർട്ടിയെ കുറിച്ച് പാർട്ടിയുടെ ഉന്നത നേതാക്കൾക്ക് പോലും വിശ്വാസയോഗ്യമായി പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറയുന്നത്. അതുകൊണ്ടാണ് ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം പറയുന്നത് സംസ്ഥാന കമ്മിറ്റി അംഗം തിരുത്തുന്നത്. നിങ്ങൾ നോക്കൂ, നമ്മൾ ഈ പാലക്കാട് എടുത്ത് പറയാൻ കാരണം വെച്ചാൽ സമീപകാല ഉദാഹരണങ്ങൾ പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇപ്പൊ മറ്റ് ഭൂതകാലം പറഞ്ഞാല് അതൊന്നും ഇല്ലാതെ പറയാൻ പറ്റും. പക്ഷെ ഇത് പെട്ടെന്ന് നമുക്ക് എടുത്ത് നോക്കാൻ പറ്റും. പാലക്കാട്ട് കോൺഗ്രസ് ചെയ്ത ഒരാൾ മാറി ആകാൻ പോയപ്പോൾ ആ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, ആ സ്ഥാനാർത്ഥി പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? പാർട്ടിയുടെ നയം പോലും ആ സ്ഥാനാർത്ഥി പറഞ്ഞൊരു ഘട്ടത്തില് അവിടെ തിരുത്തേണ്ടി വന്നോ പാർട്ടി നേതാക്കൾക്ക്? പഴയ കാലത്ത് സംഭവിക്കില്ല. പഴയ കാലത്ത് എന്താന്ന് വെച്ചാൽ പാർട്ടി ഒരു തീരുമാനം എടുക്കും. ആ തീരുമാനത്തിന് ഇവര് പ്രത്യയശാസ്ത്ര പരിവേഷം കൊടുക്കും. ഒരു പ്രത്യയശാസ്ത്രമില്ല. അധികാരം കിട്ടാനുള്ള ശാസ്ത്രം മാത്രമേ ഉള്ളൂ. അത് EMS സംഭവിച്ചപ്പോൾ ഫലപ്രദമായി നിർവഹിച്ചിരുന്നു. നിങ്ങൾ നോക്കൂ അപർണ, ഈ പാലക്കാട്, വയനാട്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയുടെ മുഖപത്രത്തിൽ പാർട്ടി സെക്രട്ടറിയുടെയോ ബന്ധപ്പെട്ട നേതാക്കളുടെയോ ഒരു ലേഖനം പോലും ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടുണ്ടായില്ല? നയം വ്യക്തമാക്കാൻ പറ്റില്ല, നയമില്ല. പാലക്കാട്ട് സരിനെ സ്ഥാനാർത്ഥിയാക്കിയത് എന്തുകൊണ്ടെന്ന് വിശദീകരിക്കാൻ പറ്റാത്ത അവസ്ഥ കൊണ്ടായിരിക്കണം പാർട്ടി സെക്രട്ടറിയോ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളോ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളോ പാർട്ടിയുടെ പത്രാധിപരോ അതുമായി ബന്ധപ്പെട്ട ലേഖനം എഴുതാതിരുന്നത്. ഇതാണ് ഈ പാർട്ടിയെ ഗ്രസിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അണികൾക്കും പ്രവർത്തകർക്കും പാർട്ടി നേതാക്കൾ പറയുന്നത് മനസ്സിലാകുന്നില്ല. മനസ്സിലായാൽ തന്നെ അവർ പറയാണ് ഞങ്ങളെ പഠിപ്പിച്ചതല്ലല്ലോ എന്ന് ചിന്തിക്കുകയാണ്. BJP-യെ കുറിച്ചും കോൺഗ്രസിനെ കുറിച്ചും ഈ പാർട്ടി പറഞ്ഞതല്ലല്ലോ ഇപ്പൊ അവർ പറയുന്നത്. ഇപ്പൊ കേന്ദ്ര നേതൃത്വമായിട്ട് സംസ്ഥാന നേതൃത്വത്തിന് പഴയ കാലത്ത് ബന്ധം ഉണ്ടായിരുന്നു. ആ ബന്ധം ഇപ്പോഴില്ല. സീതാറാം യെച്ചൂരിയുടെ കാലത്ത് സീതാറാം യെച്ചൂരിയുടെ നയങ്ങൾ ദേശീയ തലത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ കേരള CPM എതിർത്തില്ലേ? അപ്പൊ ആ കേരള CPM-നെ കണ്ടിട്ടല്ലേ താഴേക്കിടയിൽ വളരുന്നത്. അപ്പൊ യെച്ചൂരിയെ പിണറായിക്ക് ചോദ്യം ചെയ്യാമെങ്കിൽ പിണറായിയെ എനിക്ക് ചോദ്യം ചെയ്യാമെന്ന് ഒരു ജില്ലാ തലത്തിലുള്ള നേതാവ് വിചാരിക്കുകയാണ്. അത് മാത്രമോ, ഈ ADM-ന്റെ മണ്ണെ സംബന്ധിച്ച് എത്ര നിലപാട് മാറ്റി ഈ പാർട്ടി? പറഞ്ഞെന്ന് ആലോചിക്കൂ. അതാ ഞാൻ പറഞ്ഞത്, ഈ പാർട്ടി പ്രവർത്തകർ എന്ന് പറഞ്ഞ ജനങ്ങളാണല്ലോ. അവരുടെ വിഷയം ഇവർ കൈകാര്യം ചെയ്തോ? ശ്രീ NP ചെകുട്ടി, ഒരു കാര്യം കൂടെ ഇനിയിപ്പോ ഉറ്റുനോക്കാനുള്ളത് അടുത്ത വർഷം ഈ സംസ്ഥാന സമ്മേളനം ഏത് തരത്തിലെന്നുള്ളത്. പത്തനംതിട്ടയിൽ നിന്നുണ്ടായ വിഷയം എന്ന് പറയുന്നത് തോമസ് ഐസക്കിനെ കൃത്യമായി ഒതുക്കാൻ ശ്രമിച്ചത് 2 പീഡന കേസുകൾപ്പെട്ട മുൻ LC സെക്രട്ടറി CC സജിമോനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ആ നടപടിയെടുത്തതിന്റെ പേരിൽ ഐസക്കിനെ ഒതുക്കാൻ ശ്രമിച്ചു എന്നുള്ള വിഷയങ്ങൾ. ഇനി മറ്റൊരു പുതിയ മുഖത്തിലേക്ക്
വരാനുള്ളൊരു സാധ്യത? ഈ അസംതൃപ്തികളെല്ലാം പുകഞ്ഞു വരുമ്പോൾ ഏറ്റവും ഒടുവിൽ അങ്ങനെ ഒരു ചുവടുമാറ്റത്തിലേക്ക്, എല്ലാ ശുദ്ധീകരണത്തിൻ്റെ ഒടുവിൽ അങ്ങനെയാണല്ലോ, എല്ലാം പുകഞ്ഞ കൊള്ളികളെല്ലാം പുറത്തു പോയതിനു ശേഷം അല്ലെങ്കിൽ ആ പുകഞ്ഞതിന് ശേഷം ആ ഒരു റിനോവേഷൻ, അങ്ങനെ ഒരു സ്കോപ്പ് ഇനിയുണ്ടോ പാർട്ടിയുടെ മുന്നിൽ? അല്ല, ഒന്നാമത്തെ കാര്യം, പോകുന്നത് പുകഞ്ഞ പുള്ളികളല്ല. നേതൃത്വത്തിലുള്ള യഥാർത്ഥത്തിലുള്ള പുള്ളികൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ പുകഞ്ഞ പുള്ളി എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു കളിയാണ്. യഥാർത്ഥത്തിൽ താഴെയുള്ള ആളുകൾക്ക് ഈ പാർട്ടിയുടെ നയരൂപീകരണത്തിലോ അതിൻ്റെ രാഷ്ട്രീയ നിർവചനത്തിലോ ഒന്നും ഒരു റോളും ഇല്ല. ഏരിയ കമ്മിറ്റിയിലുള്ള ആളുകളെ പുറത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ നയരൂപീകരണത്തിൽ അവർക്ക് എന്ത് റോളാണ് ഉള്ളത്? അപ്പോൾ യഥാർത്ഥത്തിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഇന്നത്തെ പ്രതിസന്ധിയുടെ യഥാർത്ഥ പ്രശ്നം മുകളിലുള്ള പുള്ളികളുടെ ആണ്, അവർ പുകഞ്ഞ പുള്ളികൾ എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, താഴെ തലത്ത് ഞാൻ മനസ്സിലാക്കുന്നത്, താഴെ തലത്തിൽ നിലനിൽക്കുന്ന ലീഡർഷിപ്പിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അസാധാരണമായ ഒരു അസംതൃപ്തിയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് അസംതൃപ്തിയുണ്ട്, ഭരണകാര്യങ്ങളെക്കുറിച്ച് അസംതൃപ്തിയുണ്ട്, രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് അസംതൃപ്തിയുണ്ട്, നയപരമായ കാര്യങ്ങളെക്കുറിച്ച് അസംതൃപ്തിയുണ്ട്, പാർട്ടിയുടെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള പാർട്ടിയുടെ മാധ്യമങ്ങളിൽ നടത്തിക്കൊണ്ടുവരുന്ന രീതിയെക്കുറിച്ച് അസംതൃപ്തിയുണ്ട്. ഇതൊന്നും മുമ്പ് ഇല്ലാത്തതാണ്. അപ്പം അതുകൊണ്ട് ആ അസംതൃപ്തിയെല്ലാം ഇങ്ങനെ പുകഞ്ഞു വരികയാണ്. പക്ഷേ ഏറ്റവും താഴെയുള്ള ആളുകൾക്ക് അത് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയോളജിക്കലായിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ ഏരിയ സമ്മേളനം കഴിഞ്ഞ് ജില്ലാ സമ്മേളനം വരുന്നു, സംസ്ഥാന സമ്മേളനം വരുമ്പോൾ വളരെ ക്ലിയർ ആയിട്ടുള്ള, വളരെ ശക്തമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് പാർട്ടിക്കകത്ത് ഉയർന്നു വരും. നിലനിൽക്കുന്ന ലീഡർഷിപ്പിനെതിരായിട്ട്, നിലനിൽക്കുന്ന ലീഡർഷിപ്പിന്റെ നയങ്ങൾക്കെതിരായിട്ട്, അതിന് ദുർനയങ്ങൾക്കെതിരായിട്ട് വളരെ ക്ലിയറായ ശക്തമായ പൊസിഷൻ എടുക്കുന്ന ഒരു പുതിയ റെസിസ്റ്റൻസ് പാർട്ടിക്കകത്ത് വരും. നേരത്തെ പിന്നെ VS-ന്റെ കാലത്തായാലും ശരി, MN വിജയന്റെ കാലത്തായാലും ശരി, മറ്റു നേതാക്കളുടെ കാലത്തായാലും അത്തരത്തിലുള്ള ഒരു റെസിസ്റ്റൻസ് അടിയിൽ വരികയുണ്ടായത്. ഇനി ബാക്കിയുള്ള പ്രതീക്ഷ അത് മാത്രമാണ്. ഈ പ്രതിഷേധമൊക്കെ ഉയർന്നത് കൈയിട്ട് വാരുന്നവർക്കെതിരെ, കൊള്ളക്കാർക്കെതിരെ, സ്ത്രീ പീഡകർക്കെതിരെ, അല്ലെങ്കിൽ പിന്നെ കസേര കിട്ടാതെ പുറത്തു പോകുന്നവരും പ്രതിഷേധം നടത്തുന്നുണ്ട്. ഇതെല്ലാം സ്വാഭാവികമാണെന്നും ജനാധിപത്യപരമാണെന്നും പറയാൻ പാർട്ടിയുടെ ചെറിയ ക്യാപ്സ്യൂളൊന്നും മതിയാകുകയുമില്ല. ഏതായാലും പ്രേക്ഷകരോട് ചോദിച്ചു, വിഭാഗീയതയിൽ CPM സംസ്ഥാന നേതൃത്വത്തിന് ഇടപെടൽ ഫലം കാണുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് ഭൂരിഭാഗവും വിശ്വസിക്കുന്നു. 74% പ്രേക്ഷകർക്കും ഇത് ഫലം കാണില്ല എന്നാണ് കരുതുന്നത്. 23% പ്രേക്ഷകർ മാത്രം യെസ് എന്നുള്ള ഉത്തരം നൽകുന്നു. വളരെയധികം നന്ദി ശ്രീ NP ചെക്കുട്ടി, N ശ്രീകുമാർ, ശ്രീ CR നീലകണ്ഠൻ, റെജി ലൂക്കോസ് നമുക്കൊപ്പം ചേർന്നതിന്. പൂർണ്ണമാകുകയാണ് ഫ്രണ്ട് ഡിബേറ്റ്.